ഏറ്റവും ശക്തമായിട്ടുള്ള നരസിംഹാവതാരമാക്കും. உங்களுக்கெல்லாம் தெரிஞ்ச கதைதான், தெரியாததாയിട്ട് ആരുമില്ലേ? നരസിംഹാവതാര ചരിതം தெரியாதവ ആരും തന്നെ ഇല്ല. പല വേഷൻസ് കേട്ടിട്ടുണ്ട്, പല ഇത് എല്ലാരും പല രീതിയിലേയും കേട്ടിട്ടുണ്ട്. നരസിംഹാവതാരം ഭാഗവത്തിലെ 7th കാൻഡോയിലെ 2nd ചാപ്റ്ററിലേന്ത് 10 അധ്യായമാക്കും. ഭാഗവതത്തിലെ ചൊല്ലിയത് 7th കാൻഡോയിലെ 2nd ചാപ്റ്ററിലേന്ത് 10 ചാപ്റ്റേഴ്സ് ഭാഗവത്തിലെ നരസിംഹാവതാര കഥ ചൊല്ലിയിരിക്കുന്നത്. ഭഗവാനോടെ ഏറ്റവും ഒരു രൗദ്രഭാവം എന്ന് ചൊല്ലണം. നവരസങ്ങളെല്ലാം തന്നെ ഭഗവാൻ ഓരോ ഭാവത്തിലേയും വന്നിട്ടുണ്ട്. എല്ലാ ഇടത്തിലെയും ഭഗവാനാക്കം നിറഞ്ഞിരിക്കറെന്ന് കാട്ടുறதுக்கு വേണ്ടിയിട്ട് ഒരു അവതാരം. ഭഗവാൻ ഈസ് പ്രസന്റ് ഇൻ എവരിവെയർ. The first point we have to note down is Bhagavan is present in everywhere. Entire world Bhagavan. Second thing നമ്മൾക്ക് ഇത് നരസിംഹാവതാരത്തിലെ പഠിക്കേണ്ടത് faith. അന്ധവിശ്വാസം. പ്രഹ്ലാദനെ പോലെ ധ്രുവനുക്ക് എപ്പടി ദൃഢനിശ്ചയമായിരുന്നോ, പ്രഹ്ലാദനുക്ക് എന്നാക്കും? ഹിസ് ഫെയ്ത്ത് ഇൻ ഭഗവാൻ. ഒരു നമ്പിക്കை അതാക്കും നമ്മൾ പ്രഹ്ലാദ ചരിതത്തിലേന്ത് പഠിക്കേണ്ടത്. ഭഗവാൻ എല്ലായിടത്തിലും ഇരിക്കാർ, ഭഗവാനാക്കും എന്നെ കാപ്പാത്തത്. വേറൊന്നും എനിക്ക് ഉലകത്തിലെ ഇല്ല. നമുക്ക് പ്രഹ്ലാദ ചരിതത്തിലേന്ത് ഏറ്റവും പഠിക്കേണ്ടത് അത് തന്നെയാണ്. What we have to learn from this lesson is only the faith like Prahlada, and Bhagavan is present in everywhere. Okay, he is Sakshi. Bhagavan സാക്ഷിയാകും. എല്ലാം നമ്മൾ ചെയ്യறது കാണുന്നതും മനസ്സിലെ വിചാരിക്കുന്നതും എല്ലാം തെരിഞ്ഞിരിക്കുന്നവര് ആര് നേട്ട is the only person. ഞാനൊന്നും മനസ്സിലെ നിனைப்பேன், വേറൊരാൾക്ക് കാണാൻ முடியாது. ബട്ട് എല്ലാവരുടെ ഉള്ളുക്കുള്ള ആത്മാവുക്കുള്ള ആരിരിക്കാർ? ഭഗവാൻ. അവർക്ക് തെരിയും ഞാൻ എന്നെല്ലാം തിങ്ക് ചെയ്യறதுകൊണ്ട്, what I am doing, what I am going to do, what will happen for me, എല്ലാം everything he knows. അപ്പൊ അവാവ കർമ്മത്തോടെ ഫലമാക്കും നമ്മൾ അനുഭവിക്കണം. പ്രഹ്ലാദനിലൂടെ നമുക്കിത് പഠിപ്പിച്ചു തരണം. What we are learning from this Prahlada Charita is complete faith. ഭഗവാനിലെ ഫെയ്ത്ത് ഉണ്ടാന എന്നതും സാധിക്കും. ഒരു ഭക്തനുക്ക് ഏറ്റവും വേണ്ട ക്വാളിറ്റി എന്നത് ഫെയ്ത്ത്. അതുകൊണ്ടാക്കും നീങ്ക ഭക്താളുടെ ലിസ്റ്റ് വായിക്കരുത്. പ്രഹ്ലാദ പരാശര അപ്പടിതാ, പ്രഹ്ലാദ നാരദ പരാശര എന്ന് വരും. നാരദ പ്രഹ്ലാദ എന്നല്ല. നീങ്ക പഠിച്ചിരിപ്പല്ലയാ, you must have read the list of ഭക്താസ് എന്ന് ചൊല്ലുമ്പോൾ എന്നതാക്കും ആദ്യം വരുന്നത്? പ്രഹ്ലാദ. അങ്ങനെ ആ പ്രഹ്ലാദനെ പോലെ ഭക്തി, അത് നമ്പിക്കை, ഭഗവാൻ മേലുള്ള നമ്പിക്കை കൊണ്ടാക്കും അവർക്കാക്കും മുതൽ സ്ഥാനം ഭക്താളില്. നാരദരൂടെ അത് കഴിഞ്ഞതാക്കും കാര്യോ എന്നാ ഒരു ഇത്. അപ്പൊ പ്രഹ്ലാദനോടെ ചരിതമാക്കും നമ്മൾ ഇന്നൊക്കെ പഠിക്കപ്പോ. സാന്ദ്രയുടെ ട്യൂൺ തന്നെ ആക്കും. 2 ദശകയിലാക്കും മേൽപ്പത്തൂരിന്റെ നരസിംഹാവതാരം എഴുതിയിരിക്കുന്നത്. ഭാഗവത്തിലെ മോർ ദാൻ 50 ശ്ലോകാസ് ആക്കും, 10 അധ്യായമാക്കും, 10 ചാപ്റ്റേഴ്സ് ആക്കും. ബട്ട് ഭഗവാനോട് എഴുതിയിരിക്കുന്നത് മേൽപ്പത്തൂർ എന്നത് 2 ചാപ്റ്റർ. എപ്പടി നരസിംഹാവതാരം അത്ര പവർഫുൾ ആക്കുമോ അത്ര കണ്ട് പവർഫുൾ ആക്കും അതിലെ വേർഡ്സും. ഇത്രയും പെരിയൊരു കാര്യം എഴുതത്തെ സിമ്പിളാ മേൽപ്പത്തൂർ എഴുതല്ലേ. ഹി യൂസ് ദ മോസ്റ്റ് പവർഫുൾ വേർഡ്സ് ഇൻ സാൻസ്ക്രിറ്റ്.
പിന്നെ പല കാര്യങ്ങളും சொல்லணும். உங்களுக்கு எல்லாம் தெரியும். நீங்க இப்போ ഒരുപാട് പ്രബലമാ കേൾക്കുന്നതുകൊണ്ട് not like before. Now you are getting so many messages that this so and so. നാരായണി എന്ന് ചൊല്ലുന്നത് മേൽപ്പത്തൂരും ഭഗവാനും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. ഗുരുവായൂരിൽ ഇരുന്നുണ്ട് அந்த ഗുരുവായൂരപ്പനെ பார்த்துண்டு அந்த ഗുരുവായൂരപ്പൻ ഭക്താളുടെ എല്ലാം പ്രസൻസിലെ മോർ ദാൻ ദാറ്റ് മേൽപ്പത്തൂർ കാൺ സീ அந்த ഭഗവാൻ ഇരിക്കറിടം ശരിയാ കാണാது. അവർക്ക് ഇവിടെ ആശയ മുടിയാതെ ചായ മുടിയാതെ he is sitting in one place, he is only saying the brother is writing. So imagine ഭഗവാൻ அப்படி இப்படி எல்லாம் ഒന്ന് മാറി കൊടുപ്പർ, എല്ലാം ചാഞ്ചു കൊടുപ്പർ. അപ്പൊ அப்படி പല ഇതും നാരായണീയത്തെ പറ്റി ഉണ്ട്. തലയാട്ടി രസിപ്പർ, ചൊല്ലുവർ, കറക്ഷൻ ഉണ്ടാന ചിരിപ്പർ, എല്ലാം നടന്നിരിക്ക അവളുക്കുള്ള. അപ്പൊ നാരായണീയ മാതിരി ഒരു ഗ്രന്ഥം നമ്മൾ പഠിക്കയും സെയിം ഫീലിംഗ് ഇരിക്കണം. ഭഗവാൻ ഈസ് around me, he is with me. അപ്പൊ നാരായണി എത്ര പവർഫുൾ ആക്കും എന്നത് കൊണ്ട്. You must have heard yesterday also when you got one clip. നമ്മ ഒന്നും അറിഞ്ഞതില്ലേ? എനിക്ക് ഇതുമാതിരി നിറയെ ക്ലിപ്സ് ഉണ്ട്. ബട്ട് ഐ നെവർ ചിലവാൾക്ക് ഷെയർ പண்றது இல்லை. ഇത് കുഴந்த എന്നെ വേണ്ടിണ്ടതിനാ ഗുരുവായൂരപ്പനെ ഒന്നോட കീർത്തിയെ ഞാൻ പരത്ത വെக்கிறேன். ആക്ച്വലി ദാറ്റ് ഈസ് ദ അവ മൈൻഡ് പാര് എവ്വളോ ഇതെന്ന് തേങ്ങ ഉടக்கிறேன், പാൽ കൊടുக்கிறேன் ഒന്നും അല്ല വേണ്ടത്. ഓം കീർത്തിയെ ഞാൻ இந்த കലിയുഗത്തിലെ നീ ഇരിക്കായെന്നുള്ളത് ഞാൻ എല്ലാവരുടെയും ചൊല്ല വെக்கிறேன். See, such a wonderful പ്രാർത്ഥന ഇല്ല? അതും ആര് തോന്നിക്കരുത്? അവരേതാൻ മേ ബി ത്രൂ ഹെർ. இப்படி ஒரு இது. இப்ப உலகத்திலே பகவானே அந்த பக்தியை பரத்துறதுக்கு கலியுகமானாலும் ஏது யுகமானாலும் there will be some source. இல்லையா பாருங்க, நமக்கு இப்போ கொரோണയാക്കും, we can't meet. ஆனா எதுல்லாமோ ஒரு சோர்ஸை கொடுக்கிறார் பகவான் ഒരു ഭക്തിയെ പരത്തുறதுக்கு. ഇപ്പൊ ഏത് ചാനൽ എടുത്താലും ഭക്തിയാക്കും. why? people are so scared. അപ്പൊ ഭഗവാൻ ഇരിക്കാർ, அந்த ഭഗവാനെ താൻ നമ്മൾ കൂപ്പിടണം. he can only do wonders എന്ന് നമ്മൾക്ക് പ്രൂഫ് ഡേ ബൈ ഡേ വന്നിട്ടേയിരിക്കും. இந்த പ്രഹ്ലാദ ചരിതം അത് തന്നെയാക്കും. ഇറ്റ്സ് എ വണ്ടർ. அந்த കാലത്തിലെ நீங்க படிக்கும் போது தெரியும் அதுல എത്ര എത്ര അത്ഭുതങ്ങൾ നടക്കരുത് പ്രഹ്ലാദ ചരിത്രത്തിലെ. ഇനി നമുക്ക് ശ്ലോകத்துக்கு പോലാം. ഗുരുവായൂരപ്പൻ രസിച്ച ഒരു ചാപ്റ്റർ ആക്കും ഇത്. അതിലെന്താ സന്ദർഭം വരുമ്പോൾ ഞാൻ ചൊല്ലറേ. ഹിരണ്യാക്ഷേ പോത്രി പ്രവരവപുഷാ ദേവ ഭവതാ ഹതേ ശോകക്രോധ ഗ്ലപിതധൃതി. ഹിരണ്യാക്ഷേ പോത്രി പ്രവരവപുഷാ ദേവ ഭവതാ ഹതേ ശോകക്രോധ ഗ്ലപിതധൃതിരേതസ്യ സഹജഃ ഹിരണ്യപ്രാരംഭ കാശിപുര. ഹിരണ്യപ്രാരംഭ കശിപുര അമരാരാതി സദസി. കശിപുഹു അമരാരാതി സദസി ചേർത്ത് പഠിക്കണം. കശിപുര അമരാരാതി സദസി പ്രതിജ്ഞാമാദേനേ തവ കില വധാർത്ഥം മുരരിപ്പോ. ഇല്ലട്ടാ, മധുരിപ്പോ. രണ്ടും ശരി തന്നെയാക്കും. മീനിങ് വരുമ്പോ എണ്ണത്തിനാലെ എന്ന് ചൊല്ലല. ഹിരണ്യാക്ഷേ പോത്രി. ഹിരണ്യാക്ഷേ പോത്രി പ്രവര വപുഷ ദേവ ഭവതാ ഹതേ ശോക ക്രോധ ഗ്ലപിത ധൃതി ഏതസ്യ സഹജഃ. ചേർത്തൊക്കെ ഉണ്ടാക്കാം എന്താ രേവർത്ത്. അപ്പൊ പഠിക്കുമ്പോ എപ്പടി പഠിക്കണം? ഹതേ ശോക ക്രോധ ഗ്ലപിത ധൃതിരേതസ്യ സഹജഃ.
இந்த ரா எல்லாம் வந்து ஜாயினிங் லெட்டர் ஆക്കാം. நம்ம மாற்றணும்னு அவசியம் கிடையாது. ஏன் மேல்பத்துருக்க ஏதசியான்னு எழுதினா போராதான்? അല്ല, സാൻസ്ക്രിറ്റിൽ அந்த റൂൾ അനുസരിച്ച് അങ്ങ് ജോയിൻ വരുമ്പോൾ ഏതസ്യാക്കും. എല്ലാ വേർഡും നമ്മൾ എടുത്ത് പഠിക്കണം ആവശ്യം கிடையாது. ഹിരണ്യപ്രാരംഭ കശിപുഹു അമരാരാതി സദസി കശിപുരമരാരാതി സദസി പ്രതിജ്ഞാമാതേനെ പ്രതിജ്ഞാം ആതേനെ തവ കില വധാർത്ഥം മുരരിപോ ലട മധുരിപോ. ഫസ്റ്റ് ടൈം പഠിக்கிறவா please note the words carefully. others also. நம்ம எவ்வளவு படிச்சாலும் புது knowledge கிடைச்சுட்டே இருக்கும். நம்ம வந்து ഒരു ഗുരുട്ടേന്ന് നമ്മൾ എടുത്തുപോ, അത് കഴിഞ്ഞ് ഒരു 100 ഗുരുട്ടേന്ന് പഠിപ്പോ. ഉലകമേ ഗുരു, അത് വേറെ വിഷയം. ഹിരണ്യാക്ഷേ പോത്രി പ്രവര വപുഷ ദേവ ഭവതാ ഹതേ ശോക ക്രോധ ഗ്ലപിതധൃതിരേതസ്യ സഹജഃ ഹിരണ്യപ്രാരംഭ കശിപുരമരാരാതി സദസി പ്രതിജ്ഞാമാതേനെ തവ കില വധാർത്ഥം മുരരിപോ ലട മധുരിപോ. ஹிரண்யாக்ஷே சொல்ல வாக்குவீங்க. அப்ப உங்களுக்கு தெரியும் அந்த ஜெய விஜயன்மாரு நம்ம படிச்சாச்சு இல்லையா, സനകാദികളെ തടുത്തു നിർത്തിന. that time who came there? സനകാദികൾ വന്ന വൈകുണ്ഠത്തിലെ, they wanted to see ഭഗവാൻ. ജയ വിജയ ഏത്തി വിടല്ലേ, ശാപമുണ്ടാച്ചതെല്ലാം we learned. അണ്ണാവാനെ ഹിരണ്യാക്ഷനെ ആര് കൊന്ന? ഭഗവാൻ തന്നെ വരാഹ അവതാരം എടുത്ത് തീർത്താർ. അപ്പൊ ഇങ്ങ ചൊല്ലുവാക്ക മുരരി പോ, മുരാരിയുടെ അന്ധകാരാന ഭഗവാനെ ഇല്ലട്ട മധുരി പോ, മധു എന്നുള്ള മധുകൈടവന്മാരെ വധം പണിഞ്ഞ ഭഗവാനെ. രണ്ടാനാലും ശരി തന്നെ, മധുരി പോ ഓർ മുരരി പോ. മുരാന്തക ഹിരണ്യാക്ഷേ പൂത്രി പ്രവര വപുഷ தேவா பவதா. அந்த ஹிரண்யாக்ஷனே நிகிரகம் பண்ணின போது ஆரு? பகவான். யூனோ, வராக அவதாரம் எடுத்து ஹிரண்யாக்ஷனே வதிச்சாச்சு. அந்த ஹிரண்யாக்ஷனோட சகோதரா சகஜஹா மீன்ஸ் பிரதர் ஆரு? ஹிரண்ய பிராரம்பா. His first letter is also started with the Hiranya. Prarambha means first word. രണ്ടു പേർക്കും ചില ആത്തിലെല്ലാം കാണാതെ എല്ലാം ശ്രീ വെച്ച് തുടങ്ങുക. ശ്രീകൃഷ്ണൻ, ശ്രീവിദ്യ, ശ്രീകൃഷ്ണകുമാരി, ശ്രീലത. ഇങ്ങ ഇവാളുടെ ഫാമിലിയില് എന്നതാക്കും ഹിരണ്യകശിപു, ഹിരണ്യാക്ഷ. സോ അതൊരു പഴയ കാലത്തിൽ എന്തേ ഇരിക്കുന്ന അർത്ഥം. அப்ப இங்க ரெண்டு பேருக்கும் ஹிரண்யா. ஹிரண்யான்னா என்னது? സ്വർണം, ഗോൾഡ്. കലി ഇരിക്കുന്ന ഒരു പ്ലേസ് ആക്കും ഗോൾഡ്. അധികമായിട്ട് എല്ലാം ആവശ്യമാകല, ഒന്നും അധികമാകും. അപ്പൊ ഇങ്ങ ഹിരണ്യ അക്ഷി, ഹിരണ്യത്തെ പോലെ അക്ഷം ഉള്ളവൻ ഹിരണ്യാക്ഷൻ. ഹിരണ്യ കശിപു, കശിപുന என்ன தெரியுமோ? பெட், കിടക്കை, കട്ടിൽ, കിടക്കറത്തുക്ക് സ്വർണ്ണ കട്ടിൽ ഇരിക്കറവൻ. ഓ, അപ്പൊ യു ക്യാൻ ഇമാജിൻ ഹൗ വെൽത്തി ഹി ഈസ്. He is having a bed made of gold. Okay, that is Hiranyakashipu. കിടക്കറത്തുക്ക് കട്ടിൽ സ്വർണ്ണത്താലെ ഇരിക്കറവൻ. So you can imagine how wealthy he is. അപ്പൊ ഇങ്ങ ചൊല്ലുവാക്ക് ഹിരണ്യ ശബ്ദം കൊണ്ട് കശിപൂന്ന് എൻഡിങ്. അതാക്ക് ഹിരണ്യ പ്രാരംഭ. ഈസ് ഓൾസോ സ്റ്റാർട്ടഡ് എന്ന നെയിം വിത്ത് ഹിരണ്യ. കശിപു അവർക്ക് കശിപൂന്ന് എൻഡ്, ഹിരണ്യ കശിപു. അവർക്ക് എന്നാച്ചാ? ശോകഹ. ഫസ്റ്റ് അണ്ണ പോനതിലെ ശോകം, കഷ്ടം.
His brother was killed by Vishnu. Hiranyaksha was killed by Varahamurti. So Hiranyakashipu, the word meaning is one who is having a bed made of gold. Hiranyakashipu. He got shokaha. Shoka means another kashtam, sangadam. Shokam ennaayittu maarum. ഉങ്ങൾക്കെല്ലാം தெரியும். ശോകം വരുമ്പോൾ സങ്കടം വന്നാ ചിലവാൾക്ക് എന്നായിട്ട് വെളിയില വരും? ക്രോധഹ. ക്രോധം അടിച്ചമർത്തിയിട്ട് മനസ്സിലെ സങ്കടത്തെ അടിച്ചമർത്തിയിട്ട് അത് കോപമാ വെളിയില വന്നത്. ദുഃഖം, അമർഷം. അതിനാൽ എന്നാച്ച്? ഗ്ലപിത ധൃതിരേതസ്യ. അതിനാല് സന്തോഷം എന്നുള്ളത് വാഴ്ക്കയില പോയിടുത്തത്. മനുഷ്യാൾക്കെല്ലാം ശോകം ഇരുന്നാ ഭഗവാൻ കിட்ட കൊണ്ടുപോയി പോട്ടു വിടണം. ദ ബെസ്റ്റ് വേ. ശോകമില്ലാത്തവ ആരെ ഉണ്ടാ இந்த കൂട്ടത്തിലെ? നോ വൺ. ഈവൻ അംബാനിയുടെ കേട്ട ഹി മസ്റ്റ് ഹാവ് സം ശോകം. എന്നാ ദുഃഖ ലയമാക്കും. ഗീതയില ചൊല്ലുവാ, இந்த உலகம் எப்படி ദുഃഖാലയം. ദുഃഖമാക്കും, ശോകമാക്കും എല്ലാവർക്കും. ഏതില്ലയോ അതോർത്ത് ശോകം. അതാണ്. കോപം എപ്പ വരും? നമ്മ നനച്ചത് നടക്കല്ലേനാ കോപം. സിമ്പിൾ, ഈസി. ഞാൻ ചൊന്നേനാ വാ കേക്കല്ലേ. നമ്മളുടെ എക്സ്പെക്ടേഷനുക്ക് എന്നെ നടക്കാതെ വർത്ത വി ഫീൽ ആങ്കർ. കറക്റ്റ് താനേ? இந்த ശോകത്തെ നമ്മൾ എന്നെ പണ്ണണം? എല്ലാവർക്കും ഇരിക്കും, കേക്കവേ വേണ്ട, ലിസ്റ്റ് ഓഫ് ആയിരിക്കും. കഷ്ടമില്ലാത്തവ ആരും തന്നെ ഉലകത്തിലില്ലേ. നമ്മ എന്നെ പണ്ണണം? എന്താ ഗുരുവായൂരപ്പൻ മേലെ പൂട്ടുവിടണം. He will do something. Okay, this is my karma bala. I have to accept it. He will do something miracle. I will get daily. அப்படி போயிட்டே இருந்துடணும். ஏன்னா some things we can't do anything. We cannot solve some problems like this. இப்படி கிடக்கும் இல்லையா? உங்களுக்கு எல்லாம் தெரிஞ்ச விஷயம் தான். இங்கே இந்த ஹிரண்யாக்ஷன் என்னத்தினாலே? சோகம். அண்ணா போன சோகம், கோபம். விஷ்ணு மேல அவ்வளவு கோபம். അതിനാൽ എന്നാച്ചാ? ഗ്ലപിത ധൃതി. ഒരു കാലവും സന്തോഷമില്ല, പീസ് ഓഫ് മൈൻഡ് ഇല്ലേ. பகவத் கோபம் இருக்கிறவாளுக்கு அவளுக்கு பீஸ் ஆஃப் மைண்ட் கிடையாது. பகவத் நம்பிக்கை இருக்கிறவா என்ன கஷ்டம் வந்தாலும் அப்படியே அடிச்சு போட்டுட்டு ഭഗവാനെ നീ പാത്തുപ്പാ എന്നുള്ളതില് പോയിട്ട് they look, at least they smile. ഇங்க അവൻ அப்படிയില്ലേ. ശോക ക്രോധ ഗ്ലപിത ധൃതിരേതസ്യ സഹജഃ. സഹജനെ കൊന്നത് കൊണ്ട്. ഹിരണ്യ പ്രാരംഭ കശിപു. ഹിരണ്യ എന്നുള്ള ഫസ്റ്റ് ലെറ്റർ, കശിപു എൻഡ്. അവരെന്നത് അമരാരാധി സദസി. അമര ദേവാളുക്ക് എതിരാളികളുടെ സദസ്. ആര്? അസുര സദസ്. അസുരന്മാരുടെ സദസ്സിലെ വെച്ച് എല്ലാവരുടെയും ഇൻ ഫ്രണ്ട് ഓഫ് എവരി വൺ ഹി ടുക്ക് പ്രതിജ്ഞാം ഓത്ത്. ഹി ടുക്ക് ആൻ ഓത്ത്. എന്നെ എടുത്താൽ ആദേനേ തവ കില വധാർത്ഥം. ഹി ടുക്ക് ആൻ ഓത്ത്. ഒന്നെ നാം കൊന്നിരിപ്പേൻ. ആരെ? ഭഗവാനെ. എല്ലാം തവ ത്വം എല്ലാം ഇതിൽ എന്നതായിരിക്കും? കൃഷ്ണനെ, ഭഗവാൻ, ഗുരുവായൂരപ്പനെ. അപ്പൊ அந்த Hiranyakashipu in front of all the asuras, asura sadasile, in front of everyone, he took an oath that I will kill Vishnu. அப்படி ஒரு പ്രതിജ്ഞ എടുത്തിട്ട് വെറിയോടെ നടന്ന. അവിടെ പറയാണ്, ഹിരണ്യാക്ഷൻ തന്റെ ചേട്ടനായ ഹിരണ്യാക്ഷനെ ആര് വധിച്ചു? ഭഗവാൻ വധിച്ചു. വരാഹാവതാരം എടുത്തിട്ട് തന്റെ സഹോദരനെ വധം ചെയ്തത് കൊണ്ട് ആ ഹിരണ്യകശിപു ദുഃഖിതനായി. ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം, കശിപു എന്ന് കട്ടിൽ, സ്വർണക്കട്ടിലുള്ള അവൻ അത്രയ്ക്ക് ബലവാനും എന്താണ് സ്വത്തുള്ളവനുമാണ്. അവൻ ഒരു പ്രതിജ്ഞ എടുത്തു, എല്ലാ അസുരസന്മാരുടെ മുന്നിലും വെച്ചിട്ട് ഞാൻ ഈ എന്റെ എന്റെ സഹോദരനായ ഹിരണ്യാക്ഷനെ വധം ചെയ്തവനെ ഞാൻ കൊന്നിരിക്കും. So he took an oath. Pradigna means oath. அப்படி திருட பிரதிജ്ഞ எடுப்பா இல்லையா சிலவா? நான் இதான் பண்ணுவேன். எஸ், இங்கே அதேதான்.
ഞാൻ എന്നോട് ബ്രദറെ കൊന്ന അന്ത ഹിരണ്യാക്ഷനെ കൊന്ന സാക്ഷാൽ വിഷ്ണുവെ നാം വധം ചെയ്തു. ഇനിയും പഠിച്ചു പാരുമ്പോ ഹിരണ്യാക്ഷേ പോത്രി പ്രവര വപുഷ ദേവ ഭവതാ അതേ ശോക ക്രോധ ലഭിതധൃതിരേതസ്യ സഹജഃ ഹിരണ്യ പ്രാരംഭ കശിപുരമരാരാദി സദസി ഇല്ലട്ടാ കശിപുഹു അമരാരാദി സദസി പിരിച്ച ചേർത്ത് പഠിച്ചോ. കശിപുരമരാരാദി സദസി പ്രതിജ്ഞാമാദേനേ തവ കില വധാർത്ഥം മുരരിപോ. ഓ ഭഗവാനെ, ഒന്നെ കൊല്ലർത്ത് കണ്ട ഹിരണ്യാക്ഷൻ പ്രതിജ്ഞ എടുത്താൽ എന്നിട്ട് എന്നതാക്കും? അടുത്തത് അവൻ എന്നെ പണ്ണിനാൻ. വിധാതാരം ഘോരം സഖലു തപസിത്വാ ന ചിരതഃ പുരഃ സാക്ഷാത് കുർവൻ സുരനരമൃഗാദ്യൈരനിധനം വരം ലബ്ധ്വാ ധൃപ്തോ ജഗദിഹ ഭവന്നായകമിദം പരിക്ഷുന്ദന്നിന്ദ്രാദ അഹരദ ദിവം ത്വാമഗണയൻ. ഫസ്റ്റ് വേർഡ്സ് പഠിച്ചുകൊള്ളുന്നു. വിധാതാരം, വിധാതാരം ഘോരം സ ഖലു തപസിത്വാ ന ചിരതഃ പുരഃ സാക്ഷാത് കുർവൻ, പുര സാക്ഷാത് കുർവൻ സുര നര മൃഗാദ് ആദ്യൈ അനിധനം നാക്കും വേർഡ്. The words are Suraha, Naraha, Mrigaha, Adyehi, Anidhanam. Join. Sura Nara Mriga Adyeira Nidhanam. Okay. The words are, again I will repeat there. Vidhadaram, Ghoram, Sa, Khalu, Tapasitva, Nachirataha, Puraha, Sakshat Kurvan, സുരഹ നരഹ മൃഗഹ ആദ്യൈ അനിധനം. വിധാതാരം ഘോരം സഖലു തപസിത്വാ ന ചിരതഃ പുരഃ സാക്ഷാത് കുർവൻ സുരതരമഗാദ്യൈരനിധനം വരം ലബ്ധ്വാ ധൃപ്തോ ജഗദിഹ ഭവന്നായകമിദം പരിക്ഷുന്ദന്നിന്ദ്രാദ അഹരത ദിവം ത്വാമഗണയൻ വരം ലബ്ധ്വാ ധൃപ്തഃ ധൃതോ ജഗത ഇഹ ജഗതിഹ ജഗത് ഇഹ ജഗതിഹ ഭവത് നായകം ഇദം ചേർത്ത് കളങ്ങോ. ഭവന്നായകമിദം ഭവത് നായകം ഇദം ഭവന്നായകമിദം പരിക്ഷുന്ദൻ ഇന്ദ്രാദ അഹരത ചേർത്തുക്കണം. പരിക്ഷുന്ദൻ ഇന്ദ്രാദ അഹരത ദിവം ത്വാം അഗണയൻ ത്വാമഗണയൻ. ഓക്കെ. വരം ലബ്ധ്വാ ധൃപ്തോ ജഗദിഹ ഭവന്നായകമിദം പരിക്ഷുന്ദന്നിന്ദ്രാദ അഹരത ദിവം ത്വാമഗണയൻ. വിധാതാരം ഘോരം. അവൻ അതുക്കാക എന്നെ പണ്ണിനാൻ. പഴയ കാലത്തിലെ ഉங்களுக்கெல்லாம் தெரியும். ഭഗവാനെ എല്ലാം തപസിരുന്ന് പ്രത്യക്ഷമാക്കല. ഇപ്പൊ നമ്മൾക്ക് നേറ്റയ്ക്ക് കേട്ട പോലെയുള്ളതെല്ലാക്കും പ്രത്യക്ഷതയും. ഹരേ കൃഷ്ണ. പഴയ കാലത്തിൽ അപ്പടിയല്ല. They can do tapas immediately. ഭഗവാൻ ഇമ്മീഡിയറ്റ്ലി അല്ല, അവ എല്ലാം ത്യജിച്ചിട്ട് they can give full concentration. വാൽമീകിയെ കേട്ടിരിപ്പേൾ ഇല്ലയാ? എപ്പടി ദേഹമെല്ലാം അപ്പടി പുത്തു പിടിച്ചു പോയിട്ട് നമ്മൾ ഒരു ഉറുമ്പ് വന്നിരുന്ന ട്രിക്. കലിയുഗത്തിൽ അതാക്കും വ്യത്യാസം. അവർ ബോഡി ഈസ് ഹൈലി. ഒരു കൊച്ചു വന്നിരുന്ന ട്രിക് ഉടനെ ഇല്ല.
அங்க பாருங்கோ நீங்க முனிகாலம் விந்தி யுகம் மாறுந்தோறும் பகவான்கிட்ட என்னாச்சு, நம்மளுக்கு காண முடியாத லெவலுக்கு வந்துடுது. இப்ப பகவான் നമ്മുടെ உள்ளுக்குள்ள തന്നെ இருக்கார். கலியுகத்தில் നമ്മൾ என்ன பண்ணணும், നമ്മുടെ ജീവനുக்குள்ள இருக்கிற அந்த பகவானை பலம் பண்ணிக்கணும். தத்துவம் அசி, தத்துவம் அசி நமக்கு இருக்கார். பகவான் என் கூட இருக்காரு, என் பிராணனில் இருக்காரு. அதனால தானே நம்ம எந்த நடக்கும் இல்லையா? அப்போ இங்க சொல்ல வாக்கும் அந்த இரண்யகசிபு என்ன பண்ணினாரு, விதாதாரம். விதாதாவே ஆரு, விதாதாரு பிரம்மா. அந்த பிரம்மாவே என்ன பண்ணினார், சகலு தபசித்வா, எப்படி கோரம் கோரமா தபஸ் இருந்தார். எப்படி தபஸ் சொல்றது பாகவத்துல சொல்லுவையா, தபஸ் இருந்து அஸ்தி மாத்திரமா வந்துடுத்தான். பிரம்மா பிரத்யட்சமாகும் போது ஜபம் மாத்திரம் கேட்கறது, காணறது இல்ல ஆளை. பார்த்தா ஒரு அஸ்தி எலும்பு கூடு இப்படி இருக்கா. பிரம்மா கையில் இருந்த கமண்டலும் எடுத்து ஜலத்தை தளிப்பன். அப்பத்தானே அது ஹிரண்யகசிபு ஆக்குன்னே தெரியுமா. that much அவனுக்கு டிட்டர்மினேஷன் பகவான் கிட்ட பாரு. தபஸ் இருக்கிறதுக்கு ஒரு டிட்டர்மினேஷன் வேணும் இல்லையா? இந்த கலியுகத்துல நம்மளால தியானம் இருக்க 5 மினிட் ஒரு ரவுண்ட் ஒரு ஹரே கிருஷ்ணா மைண்ட் போவாத ஜெபிக்கணும்னு நான் தினமும் பிரார்த்திப்பேன். when we take chanting எங்கேயோ போகும் மனசு இல்லையா? that is the specialty. பாருங்க அந்த காலத்துல அசுரன் ஆனா கூட அவனுக்கு அந்த டிட்டர்மினேஷன் was very strong. விதாதாரம் கோரமா தபஸ் இருந்தார். ஆரே, பிரம்மாவே. എന്നിട്ട് நச்சிரதா விதாதாரம் புரஹா சாட்சாத் குர்வன். முன்னாடி பிரம்மா பிரத்யக்ஷமான மேல்பத்தூர் அங்க நிறுத்தி விட்டார். பட் பாகவதம் சேஸ் இப்படி எல்லாம் எப்படி the Hiranyakashipu was doing tapas with a high determination. And the end he was changed to only that bonds were there. When Brahma appeared, he couldn't see Hiranyakashipu. He can hear only the japa. Then he took the water, holy water from his kamandalu. That water in a vessel, kamandalu cholluva. From that he poured water. Then he saw Hiranyakashipu. That much powerful he did tapas. എന്നിട്ടോ அந்த பிரம்மா பிரத்யக்ஷமானார். சாட்சாது குர்வன். he came பிரத்யக்ஷமானார். கேட்டார் என்ன வேணும் கேட்டா தெரியும், உங்களுக்கு எல்லாம் தெரிஞ்சதுதான். என்னெல்லாம் கேட்டார், சுரநர மிருகாத்யை அனிதனம் வரம் லப்த்வா. வரத்தை கிடைச்சது. என்ன வரம் கிடைச்சது? சுரன், தேவா, நரன், மனுஷா, மிருகம், திரியக்கு ഒന്ന്. ഭാഗവത്തിൽ എല്ലാം എടുത്തു ചൊല്ലുക എന്നെല്ലാം. പെരിയ വരത്തെ കേപ്പരാ. ആദ്യം കേപ്പരാ, എന്നെ ആരും കൊല്ലക്കൂടാതെ. മോസ്റ്റ് ഓഫ് ദ അസുര എപ്പടി കേപ്പാ தெரியுமா? nobody can kill me. உடனே பிரம்மா சொல்லு, that is not possible. மரணம் எல்லாருக்கும் இருக்கு. ஈவன் நானே இந்த யுகம் கழியத்த பகவானோட குச்சிக்குள்ள போவேன். so I cannot give that. அந்த வரத்தை தவற கேட்டுக்கோ. அடுத்த ஸ்டெப் கேட்டுக்கொள்ளுங்க. பிரம்மாவே சொல்லு. then he asked, பயங்கர இன்டெலிஜென்ட் ஆக்கும். he asked, என்னெல்லாம் கேட்டார்? தேவா ஆரும் என்னை கொல்லக்கூடாது, மனுஷாரும் என்னை கொல்லக்கூடாது, தேவ சித்த கந்தர்வ எல்லாம், மிருகங்கள் கொல்லப்படாது, மனுஷா கொல்லப்படாது, பிரம்மாவோட சிருஷ்டியில பெட்டது ஒண்ணுமே கொல்லக்கூடாது, ஆகாசத்துல கொல்லக்கூடாது, பூமியில கொல்லக்கூடாது, பகல் கொல்லக்கூடாது, ராத்திரி கொல்லக்கூடாது, ஆயுதம் ஒன்னும் எடுக்க கூடாது, நோ வெப்பன். இப்படி ஒரு வரமா? பிரம்மாவே ஒன்னு பகச்சு போயிட்டார், ஒன்னு ஆடிட்டார் இந்த இது கொடுக்கறத. ஆனா பிரம்மாவுக்கு தெரியும், என்ன வரத்தை கொடுத்தாலும் சக்தி பகவான் பார்த்துப்பார். அதனால சுர, இங்க பாருங்கோ, சுர நர மிருகாத்யை ஆத்யைன்னு மேல்பத்தூர் எக்ஸெட்ரா மாதிரி போட்டுட்டார். யூ கேன் ஆட் வாட் ஆல். அனிதனம், ஆரும் என்னை கொல்லக்கூடாது, அப்படி வரம் லப்த்வா, வரம் கிடைச்சது.
ധൃത്തോ. നമുക്ക് എന്നെ കിടച്ചാ എന്നായിട്ട് തീരും? I got 1000 BD ദിനാർ, ഉടനെ എന്നെ ആകും. അഹങ്കാരം ധൃത്വാ. Any position you get immediately, you will get immediately. അതോടെ കൂടെ அந்த പൊസിഷനോടെ കൂടെ ഭഗവാൻ ഒരെണ്ണം കൂടെ തരും. എന്താ പിടിച്ചുക്കോ? ഈഗോ, അഹങ്കാരം, ഞാൻ എന്നുള്ള ഭാവം. ജഗതിഹ ഭവന്നായകമിതം. എന്നിട്ട് എന്നെ പണിനാർ ജഗത്ത് മുഴുവൻ നായകൻ നാനാക്കും. I am the supreme. ഭഗവാനുക്ക് ഒട്ടും പിടിക്കാത്ത ഒരു കാര്യമാണ്. എടാ, ജഗത്തുക്ക് കാരണമായ ഞാൻ ഇരിക്കത്തെ, എന്നെ തവരെ ഞാൻ നായകൻ എന്ന് ചൊല്ലത് nobody likes. ഭഗവാനുക്ക് ரொம்ப கோபம் வர காரியம். എന്നിട്ട് அந்த அகணயன் பகவானை கணக்கே கூட்டலையாம். that Vishnu is not there. அப்படி அகங்காரியா மாறிட்டு എന്നിട്ട് എന്നെ ചെയ്താൽ பகவான் நாயகனாயிருக்கிற பவன் நாயகம் இதம், இந்த ஜகத்துக்கு முழுவன் பரிபாலிக்கிற அந்த பகவான் இருக்கிற இந்த ஜகத்தாக அவன் என்ன செய்தான்? பரிச்சுந்தன் இந்திராத திவம் அஹரதா. உலகம் முழுவன் ഒടച്ചാൽ. அப்படிയല്ല വച്ചല്ലവാ. എന്നെ ഒരു പവർ കിടച്ചു കഴിയർത്ത എന്നെ തരും ഒരു ആറ്റം ബോംബ്. എന്നെ പണ്ണു ആ എല്ലാത്തും ഡിസ്ട്രക്ഷൻ. ഇത് ഇന്നേക്കും തുടങ്ങിനല്ല. വ്യാസാത്മാര് എഴുതി വെച്ചിരിക്കാർ. அந்த വേണ്ടാത്തവൻ കിട്ട ഏതേം കാര്യം കൊടുത്താ he will use that mind for destruction only. അപ്പൊ ജഗത്തെ എല്ലാം പരിക്ഷുന്തൻ അടിച്ചൊടച്ചാരാ. എന്നിട്ട് എന്നെ ചെയ്താൽ ഇന്ദ്രാത് ദിവം, ഇന്ദ്രൻ കിട്ടേത് സ്വർഗത്തെയും അഹരത പിടിച്ചിട്ടാർ. അപ്പൊ ഈ 14 ലോകവും ഞാൻ താൻ. ഭൂമി മുഴുവൻ അവൻ കയ്യിലെ. ത്രിലോകം എടുത്തുക്കളുങ്ങോ. ഭൂമി, സ്വർഗം, പാതാളം എല്ലാം. ദിവംന സ്വർഗം. ഇന്ദ്രനോടെ ഇടം. ഇന്ദ്രരാജ്യം, ഇന്ദ്രനെ അഹരത അടിച്ചോടിച്ച് വിട്ടിട്ട് അതും എനക്കൊള്ളാം. അപ്പൊ ഇங்கே ചൊല്ലവാക്കും அந்த ഹിരണ്യകശിപു. നമ്മ ഇതെല്ലാം இந்த ഹിരണ്യകശിപു ഒന്നും എങ്കും പോവണ്ട. ഒന്ന് നമ്മുടെ ഉള്ളുക്കുള്ളിരിക്ക്. നമുക്ക് എന്നെല്ലാം കിടച്ചാ, എന്നെയും പവർ കിടച്ചാ എപ്പടി നമ്മൾ റിയാക്ട് പണ്ടുവോ? we should think, we should learn all these things. ചുമ്മാ ഭാഗവത്തെ കേട്ടിട്ട് கொஞ்சம் ശ്ലോകത്തെ ടക്ക ടക്കാന്ന് ചൊല്ല പഠിച്ചിട്ട് കാര്യമില്ല. எனக்கு എന്നെയും കിടച്ചാൽ we should be humble. we should എന്നാക്കും தெரியுமோ? ഭഗവാൻ கிட்ட ரொம்ப அன்பா இருக்கணும். this he gave நமக்கு இப்போதேக்கு அனுபவம் பண்ண இப்ப கொடுத்திருக்கார் ഭഗവാൻ. we don't know. ഇതെല്ലാം പോട്ടിട്ട് നമ്മൾ പോകും. സോ ഇന്നേക്ക് എനിക്ക് ഭഗവാൻ ഇതെല്ലാം കൊടുത്തിരിക്കാർ. താങ്ക് യു ഭഗവാൻ. ദാറ്റ്സ് ഓൾ. നാളേക്ക് അത് എന്നത് தெரியாது. നാളേക്ക് നമ്മളെ ഇരിപ്പോമോ എന്ന് தெரியாது. we don't know. ഇല്ല. ഉലകത്തിൽ എന്നെ നടക്കുന്നത് ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് one or the other thing is happening. സോ നമുക്ക് എന്നെയും കഴിവ് കിടച്ച ഗുരുവായൂരപ്പനുള്ളി it is his കൃപ. എന്നെ കിടച്ചാലും what all you are getting, you are thinking that എന്ന് നനച്ചാ immediately you should say ഭഗവാനെ you have given this. ഇപ്പൊ இந்த നിമിഷത്തിലെ കർമ്മത്തിൽ അനുഭവിക്ക കൊടുത്തിരിക്കാൻ. tomorrow thank you. that's all. അപ്പൊ ഇങ്ങെ അവൻ തിരുപ്പിയല്ല. ഇതാക്കോ അസുര ഗുണം. ഉടനെ എന്താ പവറിൽ ഒരു അഹങ്കാരം. അതാക്കോ അസുര ഗുണം എന്ന് ചൊല്ലും. അപ്പൊ നമ്മൾ എന്നെ പണുവും നമ്മളെക്കാ കീഴുള്ളവാളെ അടിക്ക പാപ്പു വരെ. ഉടനെ when he got power, what he did, he is not humble. then his ego work. yeah, he started എല്ലാരെയും അടിച്ചോടച്ച് he started destruction. അതാക്കും അസുര ബുദ്ധി. ഇവിടെ പറയാണ് ബ്രഹ്മാവിനെ തപസ് ചെയ്ത്, ഘോര തപസ് ചെയ്ത് അങ്ങനെ എല്ലും തോല്യമായിപ്പോയത്രേ. ആര്? നമ്മുടെ ഹിരണ്യകശിപു. ആ ഹിരണ്യകശിപു അങ്ങനെ ഇരുന്ന് തപസ്, ശബ്ദം മാത്രം കേൾക്കാം. ബ്രഹ്മ നോക്കുമ്പോ ഒന്നും കാണാനില്ല. ഒരു എലുമ്പ് മാത്രമുണ്ട്. കയ്യിലിരുന്ന് ഇത് കമണ്ടലൂരിൽ നിന്ന് ജലം എടുത്ത് തളിച്ചു. അപ്പോഴാണ് ഇത് ഹിരണ്യകശിപുവായി മാറിയത്. എന്താ വേണ്ടത് ഭക്ത എന്ന് ചോദിച്ചു. ഒന്നുമില്ല, എനിക്ക് മരണം വരാൻ പാടില്ല. മരിക്കാതിരിക്കാൻ ആർക്കും സാധ്യമല്ല.
മരണം എല്ലാവർക്കും ഉണ്ട്. ഈ പറയുന്ന ഞാനും ഒരു ദിവസം പോണം. ബ്രഹ്മാവ് പറയുകയാണ് എനിക്കും അവസാനമുണ്ട്. ഓരോ യുഗം കഴിയുമ്പോഴും ഭഗവാന്റെ കുക്ഷിക്കുള്ളിലേക്ക് ഞാനും പോണം. അതുകൊണ്ട് അതിനെ വേറെന്തെങ്കിലും എങ്ങും കേൾക്കാത്ത വരങ്ങളൊക്കെ ചോദിച്ചു. എന്തൊക്കെയാ ചോദിച്ചത്? മനുഷ്യൻ കൊല്ലരുത്, മൃഗങ്ങൾ കൊല്ലരുത്, ബ്രഹ്മാവിന്റെ സൃഷ്ടിയിൽപ്പെട്ടത് ഒന്നും തന്നെ കൊല്ലരുത്, പകല് കൊല്ലരുത്, രാത്രിയിൽ കൊല്ലരുത്, നോ വെപ്പൺ, ഒരു ആയുധം എടുക്കക്കൂടാതെ, ഒന്നും എടുക്കാൻ പാടില്ല. പകല് ഭൂമിയിൽ വെച്ച് കൊല്ലാൻ പാടില്ല, ആകാശത്ത് വെച്ച് കൊല്ലാൻ പാടില്ല. രാവിലെ പകല് പാടില്ല, രാത്രിയിൽ പാടില്ല. ബ്രഹ്മാവ് കുഴങ്ങിയിട്ട് ഒന്ന് തലയൊക്കെ ആട്ടി കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഭഗവാനെ തന്നെ മനസ്സിൽ നിന്ന് വിചാരിച്ചു, ഭഗവാനെ ഞാൻ വരം കൊടുക്കാൻ പോവുകയാണ്, തെറ്റാണെന്നറിയാം, നീ തന്നെ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുകൊള്ളും എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് വരം കൊടുത്തു. എന്നിട്ടോ കിട്ടിയ പാടെ എന്തേലും കൈ കിട്ടിയ അപ്പൊ എന്താകും? അസുര സ്വഭാവം എല്ലാം ഭൂലോകമാകെ തച്ചൊടച്ചു. ഇന്ദ്രന്റെ സ്വർഗ പദവിയൊക്കെ പോയി തട്ടിപ്പറിച്ചു. That is his character. That asura character is always like this. So നമുക്കുള്ളേ இந்த കഥകളെല്ലാം പഠിക്കരുത്. When you read all this vadhano, ഒരു നാളേക്ക് ഒരു ആചാര്യ ചൊല്ലറുണ്ടായിരുന്നു, എല്ലാ വധവും പഠിക്കരുത്, നമ്മൾക്കുള്ള ഓരോ ബാഡ് ക്വാളിറ്റിയും അപ്പടി വധിച്ചു പോണമാ. That is why we have to listen all Bhagavad Kathai. ஏன் இந்த டிஸ்ட்ரக்ஷன் எல்லாம் எழுதியிருக்கு ஏன்னு நினைக்க கூடாது. ஏன்னா நம்மளுக்குள்ள இருக்கிற அந்த அசுரனை இல்லாம பண்ணு. Now you see the sloka vidhadaram. Vidhada means Brahma. Vidhadaram ghoram sakhalu tapasitva nachirataha puraha sakshat kurvan സുര നര മൃഗാദ്യൈര നിധനം. സുര നര മൃഗ ആദ്യൈ അനിധനം ചേർത്തുക്കണം. സുര നര മൃഗാദ്യൈര അനിധനം. വരം ലബ്ധ്വാ, he got വരം. ധൃത്വോ അഹങ്കാരമായെടുത്തു. ജഗതിഹ ഭവന്നായകമിതം. இந்த உலகத்துல நாயகன் நீ, அந்த நாயகனா நீ இருக்கும் போதெல்லாம் அடிச்சோடச்ச. പരീക്ഷുന്തന്നിന്ദ്രാത അഹരത ദിവം ത്വാമഗണയൻ. ഇന്ദ്രൻ കിട്ടുന്നത് സ്വർഗവും എടുത്തിട്ടാണ്. ഇനിമോ നിഹന്തും ത്വാം ഭൂയസ്തവ പദമവാപ്തസ്യ ചരിപോർ ബഹിർദൃഷ്ടേരന്തർദദിത ഹൃദയേ സൂക്ഷ്മ വപുഷാ നദൻ ഉച്ചൈസ്ത്രാ നദൻ ഉച്ചൈ. ഹരേ കൃഷ്ണ. ഓക്കെ. നിഹന്തും ത്വാം ഭൂയ തവ പദമവാപ്തസ്യ ചരിപോ ബഹിർദൃഷ്ടേരന്തർദദിത ഹൃദയേ സൂക്ഷ്മ വപുഷാ. നിഹന്തും, ഫസ്റ്റ് ലേൺ ദ വേർഡ്സ്. ത്വാം ഭൂയഃ തവ ചേർത്തുക്കണം. ഭൂയസ്തവ ഓർ ഭൂയഃ തവ, ബോത്ത് കറക്റ്റ്. പദം അവാപ്തസ്യ പദമവാപ്തസ്യ ച റിപോഃ ബഹിഃ ബഹിർദൃഷ്ടേ ബഹിർദൃഷ്ടേഃ അന്തർദദിത ഹൃദയേ സൂക്ഷ്മ വപുഷാ നദൻ ഉച്ചൈഃ തത്ര അപി അഖില ഭുവനാന്തേ ച മൃഗയൻ ഭിയം ഭിയാ യാതം മത്വാ സ ഖലു ജിതകാശീ നിവവൃതേ. നിഹന്തും ത്വാം ഭൂയസ്തവ ഓർ ഭൂയഃ തവ
പദമവാപ്തസ്യ, പദം അവാപ്തസ്യ ചേർത്ത് കളങ്ങോ. പദമവാപ്തസ്യ ച റിപോഹോ, റിപോർ ബോത്ത് കറക്റ്റ്. ബഹിർദൃഷ്ടേരന്തർദദിത, ബഹിർദൃഷ്ടേഹേ അന്തർദദിത ചേർത്തിക്കണം. ബഹിർദൃഷ്ടേരന്തർദദിത ഹൃദയേ സൂക്ഷ്മവപുഷാ നദന്നുച്ചൈസ്ത്രത്താ, നദന്നുച്ചൈസ്തത്രാപ്യഖില ഭുവനാന്തേ ച മൃഗയൻ. നദൻ ഉച്ചൈഹി തത്ര അപി അഖില ചേർത്തിക്കണം. നദന്നുച്ചൈസ്തത്രാപ്യഖില ഭുവനാന്തേ ച മൃഗയൻ. നദന്നുച്ചൈസ്തത്രാപ്യഖില ഭുവനാന്തേ ച മൃഗയൻ. നദന്നുച്ചൈസ്തത്രാപ്യഖില ഭുവനാന്തേ ച മൃഗയൻ. ഭിയാ യാതം മത്വാ സഖലു ജിതകാശി നിവവൃതേ നിഹന്തും ത്വാം ഭൂയ. നിഹന്തും, ഇനി അഹങ്കാരമെല്ലാം പിടിച്ച് വിത്ത് ഫുൾ പവർ that Hiranyakashipu searched Bhagavan. He went to Vaikunta. Na ipa ആരെയും ഭയപ്പെട വേണ്ട. No one can kill. So he went straight to Vaikunta. എന്നിട്ട് എന്തൊക്കെ to kill Bhagavan. നിഹന്തും, നിഹന്തുന കൊല്ലർത്തക്ക്, ത്വാം ഭഗവാനെ, ഭൂയസ്തവ പദം അവാപ്തസ്യ ചരിപ്പോ, നീ ഇരിക്കറ പദം, ഉന്നോட പദം എങ്കെ வைகுண்ட லோகத்துல, நீ இருக்கிற அந்த வைகுண்டத்துல ஒன்னே கொல்லறதுக்காக வந்திருக்காரு பாருங்கோ. நீங்க கேப்பள், பகவானே நீங்க எவ்வளவு பூஜிச்சாலும் வைகுண்ட பிராப்தி உண்டாகுமா? எஸ். ഭാഗവതം ചൊല്ലരുത് ഭഗവാനെ ഏത് രൂപത്തില് ധ്യാനിച്ചുകൊണ്ടിരുന്നാലും അവനിക്ക് ഭഗവാൻ കയ്യാലെ മരണം. ഇങ്ങ പാരുങ്ങോ, ഏതു നേരവും വിഷ്ണുവെ കൊല്ലണം, വിഷ്ണുവെ കൊല്ലണം, വിഷ്ണുവെ കൊല്ലണം എന്ന് വിചാരിച്ച് വിഷ്ണുവെ നനച്ചുണ്ടേ ഇരിക്കാർ. പാരു എവളോ കരുണാമയനാക്കും ഭഗവാൻ. അപ്പോ നമ്മൾ അൻപാ അവരെ കൂപ്പിട്ടാലോ? ഇല്ല. വാട്ട് വിൽ ബി ദ റിസൾട്ട്? ஆனா இங்க ஹிரண்யாட்சனுக்கு, ஹிரண்யகசிப்புக்கு ஏது நேரமும் விஷ்ணு 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 விஷ்ணு. நம்ம எப்படி அரே ராமா ஜபிக்கிறது நமக்கு மைண்ட் போறது. பட் அவனுக்கு அப்படியല്ല. விஷ்ணுவை கொல்லணும், இந்த விஷ்ணு 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 விஷ்ணுவை நினைச்சு நினைச்சு வைகுண்டத்துல பகவான் கொண்டு போயிட்டாரு அவனை பாருங்கோ. എന്നിട്ട് എന്തൊക്കെ ഭഗവാനെ നിഗ്രഹം പണ്ണർത്തുക്ക് പോന வைகுண்டத்துல தவ பதம், உன்னோட பதம் எங்க வைகுண்டத்தில் எத்தினார். பகவான் என்ன பண்ணினார் தெரியுமோ? ஒரே ஒரு காரியமான, நீ பகவானை கூப்பிட்டு வைகுண்டத்தில் எத்தல, அங்க போய் உன்னை காணனான என்ன வேணும்? காண முடியாது. அதுக்கு நம்ம பகவானை உள்ள வச்சுக்கணும். அவனுக்கு எங்கில்லை? ஹிருதயத்திலே அன்பிலே பகவான் இல்லை. See the difference. We chant Bhagavan with full prema. So Bhagavan is sitting inside our heart with full of love. Here the problem is Hiranyakashipu is thinking about Bhagavan, but there is no love. So Bhagavan is not sitting there. Bhagavan காட்சி கொடுக்கலை. அவர் என்ன பண்ணிட்டார் தெரியுமோ? திடீர்னு பகவானே அவன் உள்ள வச்சுக்கிறது இல்லை. அதனால அவனை உள்ள மட்டும் பார்க்க முடியல. He search everywhere ഭഗവാൻ. ചിലവാളെ കണ്ടിട്ടില്ല, കോവിലാനെ കോവിലെല്ലാം പോവാ. ഭഗവാൻ എങ്കേന്ന് കേട്ടാൽ തേടിണ്ടേ ഇരിപ്പ. That is why വിവേകാനന്ദ told, ഉണരൂ, ഉത്തിഷ്ഠത, ഉനക്ക് എങ്ക ഇരിക്ക് ഭഗവാൻ, ഉള്ള ഇരിക്ക് இல்லையா? அப்போ இந்த ஹிரண்யகசிபுக்கு உள்ள தவிர எல்லாடும் பகவான் இருக்கார், தேடினார். பட் அவருக்கு காட்சி கொடுக்கலை. எல்லாடும் தேடி வைகுண்டத்தில் എത്തിനപ്പോഴും എന്നാച്ച്? ബഹിർ ദൃഷ്ടേ, ഒന്നും കാണല്ലേ.
எங்குமே காணல. எடா விஷ்ணு எங்க? கோபம் வந்துடுத்து. பகவான் என்ன செய்தார் தெரியுமோ? Bhagavan knows anywhere Bhagavan sit, he will find out. The only place where Bhagavan is, he is not keeping his inside within his heart. He never searched Bhagavan. நினைச்சு பாரு, அன்பில்லை, பகவான் இல்லை அவனோட உள்ள. அப்ப பகவான் திடீர்னு என்ன பண்ணார் தெரியுமோ? He took சூஷ்ம வபுஷா. வெளியில எல்லாம் தேடுறான் பகவானே, உள்ளுக்குள்ள தேடலே. உடனே பகவான் உள்ளுக்குள்ள ஒரு சூஷ்ம வபுஷா, he became an atom and went inside his ஹிருதயா. ஏன்னா அங்க மட்டும் அவன் பார்க்க மாட்டான் பாருங்க. So Bhagavatam is teaching, நம்ம பகவானே நம்மட உள்ளுக்குள்ள வேணும் வைக்க, அது தெரியணும். Hiranyakashipu did a mistake. He searched everywhere, where is Vishnu? അവൻ എല്ലാവരുടെ ആത്മാവുക്കുള്ള അവരാക്കും ഇരിക്കുന്നുള്ള he is not accepting. அதனால பகவான் என்ன பண்ணிட்டாரு தெரியும்? He took சூஷ்ம வபுஷா. എന്നിട്ട് எங்க பேர் இருந்தார்? ஹிருதயே. അവനോட തന്നെ ഉള്ളുക്കുള്ള കേറി ഉட்கார்ந்து ഇരുന്നിട്ടാர். എന്നിട്ട് വൈകുണ്ഠമെല്ലാം തേടറാൻ. ചെലവാ ഇല്ല ഗുരുവാ, എല്ലാ കോവില്ലാനെ കോവില് പോയി തേടുവാ ഭഗവാനെ. എടാ എല്ലാവരുടെ ആത്മാവിലെയും ഭഗവാൻ ഇരിക്കാൻ നമ്മൾ അത് തെரியണം. We should know that. എല്ലാവരുടെ അൻപിലെ ഭഗവാൻ ഇരിക്കാൻ. ഒരാൾക്ക് കഷ്ടം വരുമ്പോൾ സഹായത്തിൽ ഇരിക്കുന്നവാളുടെ കൂടെ ഭഗവാൻ ഇരിക്കാൻ. അതെല്ലാം ആക്കും ഇങ്ങേ ബഹിർദൃഷ്ടേ, ബാഹ്യമായിട്ട് കണ്ണുകൊണ്ട് he search everywhere, where is Vishnu? Bhagavan came to know. Bhagavan went inside Andardadita Hrudaye Sushma Vapusha. He went inside Hiranyakashipu's inside and sat. தெரியல அவனுக்கு. അതിനാലെയാക്കുമാ പ്രഹ്ലാദനെ പോലെ ഒരു കുഴന്ത പിറന്നത്. You may think why Hiranyakashipu got a child like Prahlada. ഭഗവാൻ ഒരു നൊടിക്കാവത് അവനോட ഹൃദയത്തിലെ പോയി ഇരുന്നത് കൊണ്ട് അവനിലേന്ത് വന്ന കുഴந்தை പ്രഹ്ലാദനെ പോലൊരു ഭക്തനാ പിറന്നതാം. ആചാര്യ സേസ്, ആചാര്യന്മാരെല്ലാരും ചൊല്ലുവാ, அந்த ഒരു നിമിഷத்துக்கு அந்த ഹിരണ്യകശിപുவோட ഉള്ളുക്കുള്ള പോയി ഇരുന്നത് കൊണ്ട് പ്രഹ്ലാദനെ പോലെ ഒരു ഭക്തൻ ജനിച്ച അവനക്ക്. ഇല്ലാട്ട ഒരു പയ്യൻ ഇപ്പടി ജനിക്കാതെ. இங்க சொல்லாகும் ബഹിർദൃഷ്ടേര അന്തർദതിതേ ഹൃദയേ സൂക്ഷ്മ വപുഷ. വപുന എന്നത് ബോഡി, സൂക്ഷ്മ വെരി സ്മോൾ ആറ്റം, മോളിക്യൂള. ഭഗവാൻ മാറിയിട്ട് അവനോടെ ഹൃദയത്തുക്കുള്ളേ കയറി ഇരുന്നിട്ടാൻ. ഉച്ചത്തിലെ ശബ്ദം വെച്ചാൽ, എന്നെ ഗർജിച്ചാൽ വൈകുണ്ഠമാകെ എന്നത് തത്രാപ്യ അഖില ഭുവനാന്തേച മൃഗയൻ. വൈകുണ്ഠത്തിലെ എല്ലാ ലോകത്തിലെ വിഷ്ണു ഇല്ല എന്നെ ഭയന്ന് അവർ ഓടിപ്പോയിട്ട. ഈ റാനവേ അവൻ തെരിയறதில்லை பாரு உள்ள இருக்கிறது பகவான். ചമൃഗയന്ന ബിയാ യാതം. ബിയാന ഭയந்து. വിഷ്ണു എങ്കയോ ഭയந்து പോയിട്ടാർ. മത്വാ സഖലു ജിതകാശി നിവൃതേ. ഞാൻ ജയിച്ചു. ഐ ആം ദ വിന്നർ. ഇപ്പൊ എനിക്ക് വൈകുണ്ഠ എന്നോടെ ആക്കും. ദ എൻടയർ വേൾഡ് ഈസ് എന്നോടെ ആക്കും. ലോകത്തിലെല്ലാം തേടിയിട്ട് വിഷ്ണുവെ കാണല. ഏൻ കാണല? അവന് ഉള്ളുക്കുള്ളിരിക്കണ ഭഗവാനെ തിരിച്ചറിയறதில்லை. അതിനാലെ ഭഗവാനും നനച്ചാൻ അവനുക്ക് അൻപെന്ന് ചൊല്ലறது ഒന്നുമേ ഇല്ലേ. ഞാൻ ശരിயான ഇടം അവനോட ഹൃദയത്തുക്കുള്ള കേറി ഇരുந்துக்கிறேன், ഒളിஞ்சுக்கிறேன். இந்த നാടകമെല്ലാം ആടണമേ, പ്രഹ്ലാദനെ പോലെ ഒരു പുത്രൻ ജനിക്കണമേ. അതുക്കാകെ ഭഗവാൻ இந்த ലീലയെല്ലാം ആടുവൻ, ഇപ്പിടിയെല്ലാം കാട്ടുവൻ. ഇവിടെ പറയാണ് ആ ഭഗവാനെ അന്വേഷിച്ച് എവിടെ എത്തി? ഭഗവാനെ കൊല്ലാനായിട്ട് നിഹന്തും കൊല്ലാനായിട്ട് നേരെ വൈകുണ്ഠത്തിലെത്തി. അവിടെയൊക്കെ നോക്കി, ബാഹ്യമായ കണ്ണുകൾക്കൊക്കെ എവിടെയൊക്കെ തിരയാമോ അവിടെയൊക്കെ തെരഞ്ഞു. ഭഗവാനും വിചാരിച്ചു, നീ നോക്കാത്ത ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, നിന്റെ ഹൃദയം. ഞാൻ ആ ഹൃദയത്തിൽ കയറി ഒരു 5 മിനിറ്റ് ഒളിച്ചിരിക്കാം. ഇനി തേർഡ് വൈകുണ്ഠമാകെ നോക്കും.
എല്ലായിടവും നോക്കി, ബാഹ്യമായ കണ്ണുകൾക്കൊക്കെ നോക്കി, എങ്ങും കാണാൻ പറ്റിയില്ല. അപ്പൊ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാനാണ് ജയിച്ചത്. എന്നെ പേടിച്ച് ആ വിഷ്ണു എവിടെയോ ഓടിപ്പോയി. ഞാൻ ഈ ഭൂലോകത്തില് സർവം ഈ 14 ലോകത്തിനും ഞാനാണ് അവകാശി എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആര്? ഈ ഹിരണ്യകശിപു. ആ ഒരു സെക്കൻഡിനെങ്കിലും ഭഗവാൻ അകത്ത് കയറി ഇരുന്നത് കൊണ്ടാണ് അത്രേ പ്രഹ്ലാദനെ പോലെ ഒരു അതിഭക്തനായ ഒരു പുത്രൻ ആ ഹിരണ്യകശിപുവിന് ജനിച്ചത്. ഇനിയും നീങ്ക ശ്ലോകത്തെ പാരുങ്കോ. നിഹന്തും ത്വാം ഭൂയസ്തവ പദമവാപ്തസ്യ ചരിപോർ ബഹിർദൃഷ്ടേരന്തർദദിത ഹൃദയേ സൂക്ഷ്മവപുഷാ നദന്നുച്ചൈസ്തത്രാപ്യഖില ഭുവനാന്തേ ച മൃഗയൻ ബിയായാദം മത്വാ സഖലുജിത കാശീ നിവവൃതേ. So he searched everywhere. He went to Vaikunta. There also immediately Bhagavan went inside his heart and sat. Bhagavan knows he will search with his eyes, and he searched everywhere. He couldn't see Vishnu, and he told, Vishnu ran away. He is scared of me. Like that he told, and he told, I am the winner. Now Vishnu is scared. I am the winner. I am the king for all this entire world. Like that he started saying loudly. But Bhagavan sat inside his heart for a moment. Because of that reason, he got a son like Prahlada. So idilende namma enna padikkanam? What we have to learn this portion. First, we have to find out that Bhagavan is within us. Namma nanma cheyyumbod, but when we are doing good things, when we are thinking good about others, when we are doing good for others, Bhagavan is with us. When we are thinking any bad about others, you imagine Bhagavan is not within you. Okay, that is the main thing we have to learn from here. Bhagavane third engum poganda, kannadachirundu anda Bhagavane anubhavikkanam. Bhagavane nee inda logam muzhuvan irike enakku jeevanayittu ennodu ullukkulla irike enne kondu nanma cheyikkane Bhagavan. That should be our prayer. We should learn from this part. We no need to search everywhere. Bhagavan is inside Bhagavatam. Bhagavan is within the story. When we hear Bhagavad Kadai, Bhagavan is within us. அப்படியே உங்களோட ஆத்மாவில் இருக்கிற அழுக்கு எல்லாம் கழுகி கழுகி போயிண்டே இருக்கும். Wash out all your past by hearing all these stories, Bhagavad Kathas. ഇനി എന്നിട്ടോ അടുത്തത് பார்க்கலாம். ഭഗവാൻ ഹൃദയത്തിലെ പ്രവേശിച്ചത് കൊണ്ട് ഹിരണ്യകശിപുക്ക് ഒരു മഹാപുത്രൻ ഭക്തൻ ജനിച്ചാൽ. So what we have to do? Think ഭഗവാൻ always ഒരിടത്തിൽ ഇരുന്ന് ഭഗവത് കഥകളെ വായിക്കരുത്, നാരായണീയത്തെ ജപിക്കരുത്. அந்த ഭഗവാനെ ഗുരുവായൂരപ്പനെ தெரிஞ்சுண்டு ഭഗവാനെ தெரிஞ்சுண்டு നമ്മൾ ജപിക്കണം. ഇങ്ങ ചൊല്ലവാക്കും. തതോസ്യ പ്രഹ്ലാദ സമജനി സുതോ ഗർഭവസതൗ പുനർവീണാപാണേ അധിഗത ഭവദ്ഭക്തി മഹിമാ സവൈ ജാത്യാ ദൈത്യ ശിശുരപി സമേത്യ ത്വൈരതീം ഗതസ്ത്വദ്ഭക്താനാം വരദ പരമോദാഹരണത. തതോസ്യ തതഃ അസ്യ, തതോസ്യ എടുത്തുക്കണം. തതോസ്യ പ്രഹ്ലാദ സമജനി സുതോ ഗർഭവസതോ ഓർ ഗർഭവസതോ.
മുനേർവീണാ പാണേ അധിഗത ഭവത് ഭക്തി മഹിമാ സവൈ ജാത്യാ ദൈത്യ ശിശുഹു അപി ശിശുരപി സമേത്യ ത്വയി രതിം ഗതസ്ത്വത് ഭക്താനാം ഗതഃ ത്വത് ഭക്താനാം ഗതസ്ത്വത് ഭക്താനാം വരദ പരമോദാഹരണതാം പരമ ഉദാഹരണതാം എന്നാക്കും അർത്ഥം. അപ്പൊ ചേർത്ത് പരമോദാഹരണതാം. Again, please note the words. Tata asya tatosya prahlada samajani suto garbhavasatau munerveena paane adhigata bhavat bhakti mahima savai jatya daitya shishurabi sametya tvairatim ഗതസ്ത്വത് ഭക്താനാം പരദ പരമോദാഹരണതാം പരമ ഉദാഹരണതാം ചേർത്തിക്കണം. പരമോദാഹരണതാം പിരിക്കക്കൂടാതെ. തത അസ്യ തതോസ്യ പ്രഹ്ലാദ വരദാ. நீங்க பாருங்க, அங்க ஒரு வரதான்னு இருக்கு. நாலாமത്തെ ഫോർത്ത് ലൈൻ வரதா. பகவானே மேல்பத்தூரு கூப்பிடுறாரு, வரதா. என்னது? எல்லா வரத்தையும் கொடுக்கிறவரே. தெரியும், லலிதா சகஸ்ரநாமத்துல உங்களுக்கு கிடைக்கும் இல்லையா? வரதாயே நம, அன்னதாயே நம, வசுதாயே நம. அன்னத்தை கொடுக்கிறவளே, வசு பூமியை கொடுக்கிறவளே, தனதாயே நம. எல்லாத்தையும் கொடுக்கிறவள் அவளாக்கும். அப்ப இங்க வரதான்னு பகவானை கூப்பிட்டார். வரத்தை, என்ன வரத்தையும் கொடுக்கிறவரே. அப்ப இங்க வரம் ആരാക്കും? നമുക്കെല്ലാം പ്രഹ്ലാദൻ പറയാരേ അവര്. ஏன்னா பிரகலாதனை போல ஒரு பக்தன் ஜனிக்கல்லேனா நமக்கு இந்த பகவானோட கதை ஆஸ்வாதனம் பண்ண முடியுமா? இல்லை. തതോസ്യ പ്രഹ്ലാദ. അതിനാലെ തതഃ അസ്യ. ഓ വരദാ, ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ, നീ கொஞ்சம் காலம் கழிஞ்சப்போ அந்த ஹிரண்ய கஷ்யபுக்கு ആര്? ആ പ്രഹ്ലാദനെ പോലൊരു പുത്രൻ ജനിച്ചതാ. അപ്പൊ அங்க மேல்பத்தூர் சுருக்கிட்டார். ஆக்சுவலி உங்களுக்கே தெரியும், 10 chapters from Bhagavata he put it in 2 chapters. அப்ப கொஞ்சம் சுருக்கணுமே. பட் நமக்கு அப்படி போக முடியாத, கொஞ்சம் தெரிஞ்சு போனமே. என்ன ஆகிறது? இந்திரனும் இங்க சொல்றதுண்டு how it happened பார்க்கலாம். நம்மளுக்கு கொஞ்சம் புக்ல இருந்து விட்டு வரலாம். தெரியுமா இருக்கும் உங்களுக்கு எல்லாம். பட் ஸ்டில் மேபி நான் எப்போதும் அப்படி இருப்பேன். எல்லாம் தெரிஞ்சவாளா இருக்கும். ഒരാളാவது தெரியாதவா കാണും. ഒരു കുഴந்தையாவது ചിലപ്പോ കേൾക്കും. இல்லை எனக்காக I always feel to complete that. அப்போ இங்க என்னதுன்னா, குருவாயூரப்பன் சொல்லுவாங்க, குருவாயூரப்பா அந்த பிரகலாதனை போல ஒரு புத்திரன் கிடைக்கிறது காரணம் சொல்லவ. எப்படி இப்படி பக்தி வருது? ഹിരണ്യകശിപുവോட ഹൃദയത്തിൽ ഇരുന്നത് കൊണ്ട് அந்த ഹിരണ്യകശിപുവോட പത്നിயான യയാധൂക്ക് இல்லையா சொல்றதுண்டு. அங்க ഹിരണ്യകശിപുവോட പത്നി, അവളുടെ പേര് കായാധു. His wife's name is Kayadhu. And the Kayadhu, when she was pregnant, Hiranyakashipu, again he went to do tapas. Imagine. He thought his power is not enough. He again went. That time, Indra came and all other devas came. They came and snatched this Kayadhu. പിടിച്ചിട്ട് പോയിട്ടാ.
But immediately who came there? எல்லாம் தெரியற அந்த நாரதர் வந்தார். See, imagine. ஏன்னா ഭഗവാനോട് ഇഷ്ടമെല്ലാം നടക്കേണ്ടത് നാരദരാക്കും, നടത്തേണ്ടവരാക്കും. What all Bhagavan's wish, through Narada most of the things are happening. அப்ப அங்கே when all the devas snatched Kayadu, she was pregnant. So immediately who came there? Narada came. He told Indra, this is not correct. You are not supposed to touch a pregnant lady. You are not supposed to touch a lady. That is the first rule. She is pregnant too. பாருங்க, நம்ம சாஸ்திரம் எல்லாம் ஸ்திரீகளுக்கு ரொம்ப நல்ல ஸ்தானம் கொடுத்திருந்தது. ஆக்சுவலி நம்ம எல்லாம் அதை கஷக்கி எப்படி எல்லாமோ எடுத்துட்டோம். Actually our shastra gave full respect to ladies. எல்லா இடத்துலயும் சொல்றோம், ஸ்திரீயை தொடக்கூடாது, ஸ்திரீயை ஒண்ணுமே பண்ணக்கூடாது. அப்போ അതെല്ലാം പോറ ഒരു കാലം എഴുതിയിട്ടുണ്ട് ഭാഗവത്തിലെ കലികാലം. So now we are seeing. അപ്പൊ ഇങ്ങ அந்த കയാതുവെ they snatched Kayadu. Immediately Narada came, stop, you are not doing dharma. Then Indra told her, no, we wanted to kill Prahlada. That is Hiranyakashipu's son. We wanted to kill her in the womb itself. Then Narada told, no, this is adharma. Indra, you go. ஏன்னா பகவத் பக்தன் அங்க ஜெனிக்க போறாருன்னு நன்னா தெரியும் ஆருக்கு? நாரதருக்கு. நாரதர் நேരെ கூட்டிட்டு போனார் கயாதுவே, தன்னோட கூட வச்சிருந்தார். He protected. பாருங்க, நீங்க ராமாயணத்துல வாத்மீகி கொண்டு போய் சீதையை ப்ரொடெக்ட் பண்ணினார் இல்லையா? சீதையை யாரு? வாத்மீகி கொண்டு போய் ப்ரொடெக்ட் பண்ணினார். இங்கே ஆரு ப்ரொடெக்ட் பண்றா? நாரதர். குழந்தைகள் பகவத் டச்சுள்ள குழந்தையாகும். பகவான் அவரோட ஹிருதயத்தில் இருந்துட்டு பிறந்த குழந்தையாகும். So பக்தனாக்கும் வரப்படுது. Even though Prahlada is born in Asura Kula, is a bhakta. எப்படி பக்தி வந்து நம்ம படிச்சோம். என்னத்தினால பிரகலாதனுக்கு இவ்வளவு பக்தி உண்டாச்சு? பகவான அந்த ஹிரண்யகசிபுவோட ஹிருதயத்தில் இருந்த. அப்போ இந்த பிரகலாதனே அந்த கயாதுவே நாரதரு கூட்டிட்டு போனார். Narada took Kayadu and he protected Kayadu in his ashram. அங்க வச்சு daily he say Bhagavad stories. One day he saw Kayadu is sleeping. He can hear, yes, someone is enjoying Bhagavad Katha. And the Vishnuoda Mahatvate, somebody is enjoying. Narada came to know immediately, this is not Kayadu. Putra who is inside her womb is enjoying Bhagavad Katha. So he said, real Vishnu Bhakta is going to born. ரொம்ப சந்தோஷமாச்சு. Some acharya say Narada actually tested. Dhruvanuக்கு 5 yearsல சொல்லி கொடுத்தார் ஞானம். In between Dhruvanuக்கு கோபம் வந்தது, யட்சாள்கிட்ட யுத்தத்துக்கு போனார். அப்போ நாரதன் டெஸ்ட் பண்ணி பார்க்குமா, ഒരാളുടെ വൂമ്പുക്കുള്ള വിഷ്ണു ഭക്തി ഏത്തിനാ எப்படி அந்த குழந்தை பிறக்கும்? ஆக்சுவலி he succeeded. சொல்றதுண்டு, ചില ആചാര്യ ചൊല്ലുവാ, നാരദൻ ഒരു ടെസ്റ്റ് തന്നെ ചെയ്തതാക്കും തോന്നുന്നത്. ஏன்னா உலகத்தில பிறந்த உடனே எல்லாருக்கும் மாய பிடிபடும், மாய வந்துடுறது, பக்தி குறைஞ்சுடுறது. நான் பார்க்கட்டும், ധ്രുവനുக்கு 5 வயசுல பக்தி ஓம் நமோ நாராயணாய பகவதே வாசுதேவாய சொல்லி ധ്രുവനെ கொண்டு பகவான் எல்லாம் செய்துட்டும் ധ്രുവனுக்கு இன் பிட்வீன் கொஞ்சம் கோபம் வந்தது. யூ மஸ்ட் ஹேவ் ரிமெம்பர் தட் ஸ்டோரி. இங்கே அப்போ நாரதருக்கு புரிஞ்சது,
So he taught all Vishnu Mahatva, daily preaching, listening. ആര്? പ്രഹ്ലാദ. നമ്മളെല്ലാം ചൊല്ലുവോ? ഇല്ല. പ്രഹ്ലാദനുക്ക് ഒരു പേരേ ഇരിക്കും. എന്നെ തെരിയുമോ? ഗർഭശ്രീമാൻ. ഗർഭത്തിലെ വെച്ച് തന്നെ ശ്രീമാനായിട്ട്, ശ്രീയെ ഭഗവാനെ തെരിഞ്ചവരായിട്ട്. അതുകൊണ്ട് ഗർഭശ്രീമാൻ പ്രഹ്ലാദൻ, ഭക്ത പ്രഹ്ലാദൻ എന്നെല്ലാം നമ്മ ചൊല്ലறது இல்லையா? அப்ப இங்கே சொல்லறது பொண்கள். இப்ப கூட எனக்கு மதுரையில ஐ ஹர்ட் இன் மதுரை ராஜபாளையம், ஐ திங்க் if my memory is correct, அங்க வந்து ஆறாவது பிரெக்னன்ட் ஆனா அந்த கிராமத்திலே அவ சப்தாகம் வைப்பாளாம். That pregnant lady should hear saptaham. Saptaham means 7 days. காலம் கார்த்தாலேந்து she should listen. அது எப்படி? அந்த கரெக்டான மாசத்துல குழந்தைக்கு கேட்கலாம்னுள்ள மாசத்துல சப்தாகம் வைப்பாளாம். அங்க ஒரு சடங்காയിരുന്നു. That was compulsory in that village. So imagine நம்ம ഓൾഡ് കൾച്ചർ എല്ലാം എന്താണ് ഒരാ പ്രഗ്നന്റ് ആയിരിക്കത്തെ കെയർ കൊടുത്തിരുന്നാ. അൺഫോർച്ചുനേറ്റ്ലി വി ആർ നോട്ട് ലൈക്ക് ദാറ്റ്. ഇല്ല ചൊല്ലറതു. അപ്പൊ അന്ത ഗർഭത്തിലെ വെച്ച് തന്നെ ഭഗവത് മഹത്വത്തെ കേട്ട് പുറന്താർ. അതുകൊണ്ട് അവർക്ക് ഗർഭശ്രീമാൻ പ്രഹ്ലാദനിക്ക് ഇനി ഒരു പേര്. ഇങ്ങ വെച്ച് ഇനി നമ്മൾക്ക് കൊഞ്ചം ഇങ്ങ വരല, കഥയ്ക്ക് ശ്ലോകത്തുക്ക് വരല. എന്നതാക്കും? തതോസ്യ പ്രഹ്ലാദ സമജനി, തതോസ്യ പ്രഹ്ലാദ സമജനി സുതോ ഗർഭവസതൗ മുനേർ വീണ പാണി. കേൾക്കുമ്പോതേ തരും. വീണ പാണിയില വെച്ചിണ്ടിരിക്കുന്നവർ ആര്? നാരദൻ. അധികത ഭവത് ഭക്തി മഹിമാ. ഗർഭത്തിൽ ഇരിക്കത്തന്നെ വീണാപാണിയാന മഹർഷിയാന നാരദരിട്ടേന്ത് ഒന്നോട ഭക്തിയുടെ മാഹാത്മ്യം എല്ലാം പുരിഞ്ചുണ്ടാർ. ഒന്നോട ഭക്തി മഹിമை தெரிஞ்சவன் പ്രഹ്ലാദ സുത സമജനി. அப்படி പ്രഹ്ലാദൻ ഒരു പുത്രൻ പിറந்தார். அப்போ இங்க சொல்றது அந்த பிரகலாதன் பிறக்கறத நாரதருக்கு அவ்வளோ ஒரு சந்தோஷம். அதிபக்தனான ஒரு குழந்தை பிறந்திருக்கு. இவனால உலகத்துக்கு பக்திக்கு ഏറ്റവും മഹത്താന ഒരു സ്ഥാനം വരപ്പെടും. அந்த பிரகலாதன் ஜனனமாச்சு. அதிகத பவத் பக்தி மகிமா. எப்படி? பகவத் பக்தியிலே அசாத்தியமாயிட்டு அதி. டேக் தட் வேர்டு. அதினா ரொம்ப ஜாஸ்தி. உங்ககிட்ட பக்தியோட மகாத்மியம் நல்ல போல புரிஞ்ச ஒரு குழந்தை, வாட் இஸ் பக்தின்னு தெரிஞ்ச ஒரு குழந்தை பிறந்திருக்கு. நாரദ was so happy. അപ്പൊ ഇവിടെ പറയാണ്, ആ കയാധുവിനെ പിടിച്ചുകൊണ്ട് പോയി കെട്ടാൻ തുടങ്ങി ദേവന്മാരൊക്കെ. ഹിരണ്യകശിപു തന്റെ തപസ് വർദ്ധിപ്പിക്കാൻ, ബലം വർദ്ധിപ്പിക്കാൻ പോയി തപസ്സിന് പോയ നേരത്ത് ഇന്ദ്രൻ ഓടി വന്ന് കയാധുവിനെ പിടിച്ചുകൊണ്ട് പോയി ഗർഭത്തിലിരുന്ന കുഞ്ഞിനെ കൊല്ലാൻ നോക്കി. പെട്ടെന്ന് മുനി അവിടെ പ്രത്യക്ഷമായി. ആ കയാധുവിനെ, ഇവൾ എന്താണ്? ഗർഭിണിയാണ്. സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പാടില്ല. ആ കുട്ടി അവരെ വിളിച്ചുകൊണ്ടുപോയി അവിടെ താമസിപ്പിച്ച, തന്റെ ആശ്രമത്തിൽ തന്നെ ആ നാരദൻ താമസിപ്പിച്ച ഭഗവത് ഭക്തി ഓരോന്നായി മുഴിഞ്ഞു കൊടുത്തു എന്നും ആ കുട്ടി മൂളിക്കേട്ട് അങ്ങനെ ഉത്തമ ഭക്തനായ പ്രഹ്ലാദൻ അവിടെ ജനിച്ചു. So one more thing what we have to learn here. ഏത് കുലത്തിലെ നീ പിറക്കരുത് is not very important. നീ ബ്രാഹ്മണ കുലത്തിലായിക്കട്ടെ, ക്ഷത്രിയ കുലത്തിലായിക്കട്ടെ, വൈശ്യനായിക്കട്ടെ, ശൂദ്രനായിക്കട്ടെ, how you should be. You should be a bhakta.
what you are taking inside. എല്ലാത്തിലും സത്വഗുണത്തില് ഇരിക്കണം. It will affect all the things I am. Sattva means, sattvic means, உங்களுக்கு தெரியும். Take Bhagavad Gita and find out what all sattvic in this world. Everything is sattvic. நம்ம குடிக்கிற ஜலத்திலேந்து சாத்விக் ஆயிருக்கணும். அப்ப இங்கே சொல்றோம், இந்த பக்தியை கூட்டுறதுக்கு നമ്മൾക്ക് என்ன வேணும்? அந்த பகவத் கதையை கேட்டா ഒന്ന് மட்டும் போரும். നീ സാത്വഗുണമായിട്ട് അത്യധികം ഭക്തനായിട്ട് ജനിപ്പായി. പ്രഹ്ലാദൻ ഏത് കുലത്തില ജനിച്ചു? അവനൊരു അസുര കുലത്തില. പക്ഷെ കിട്ടിയത് എന്താണ്? മുനിയിൽ നിന്നുള്ള അറിവ്, ജ്ഞാനം. അതെന്തായി മാറ്റി? അവനെ ഏറ്റവും ഉത്തമ ഭക്തനായിട്ട് മാറ്റി. So what you are giving inside, you will get outside. ഇല്ല, എന്നെ പോടുറോ അതായിരിക്കും വെളിയിലെ കിടക്കുന്നത്. അപ്പൊ ഇങ്ങെ മുനേർ വീണ പാണി അധികത ഭവ ഭക്തി മഹിമ. ഭക്തിയുള്ള പ്രഹ്ലാദൻ ജനിച്ചത് സവൈ ജാത്യ ദൈത്യ ശിശുരപി സമേത്യ ത്വയി രതി. See that sentence, எப்படி மேல்பத்தூர் எழுதியிருக்காருன்னு. സവൈ ജാത്യ, അവൻ എങ്ക ജനിച്ചാൻ? കുലമേത് ദൈത്യ, അസുര കുലത്തില് ജനിച്ചാൽ. ആന ശിശു അപി, അവൻ അസുര കുലത്തിലാക്കും ബാലനാ ജനിച്ചാൽ. ആന അവനോട് പ്രകൃതം എപ്പടി, ഹൗ ഹിസ് ക്യാരക്ടർ ഈസ് ത്വയി രതി, ഉങ്കിട്ട ഭക്തി. എന്നത്തിനാലെ? യു നോ ദ റീസൺ നൗ വെൽ. പോട്ട് കൊടുത്തത് ആര്? നാരദര്. ഭക്തി വിഷ്ണുമയം, വിഷ്ണു കഥ, വിഷ്ണുവിടെ മഹത്വം. That perfect time he inject. അതുകൊണ്ട് പിറന്നത് ഏത് കുലമാനാന? എപ്പടി വന്നതാ? ത്വയി രതീം. ത്വയിന ഉങ്കിട്ട, രതീന പിടിക്കരുത്, ഉങ്കിട്ട ഇഷ്ടം. ത്വയി രതീം, one who likes you, one who loves you. ആര്? அந்த ശിശു. പൊറന്ത കുലം ആയത് അസുരം. നീറ്റ മേൽപ്പത്തൂർ എഴുതിയിരിക്ക. സവൈ ജാത്യ ദൈത്യ, പൊറന്തത് അസുര കുലത്തിലെ. ആന ശിശുരപി സമേത്യ ത്വയി രതി. ശിശുവോ ഉങ്കിട്ട രതിയായിരിക്കേ ഭഗവാനെ. ഗതസ്ത്വത് ഭക്താനാം വരദ പരമോദാഹരണത. ഭക്താൾക്ക് ഉങ്കിട്ട ഭക്തിയുള്ള ആളിലെ പരമ ഉദാഹരണമാ. പരമ മീൻസ് ദ ഗ്രേറ്റസ്റ്റ് പൊസിഷൻ. പരമാചാര്യൻ, നമ്മ പെരിവാളെല്ലാം ചൊല്ലുവില്ല, ആചാര്യരിലെ ഉന്നതയായിരിക്കുന്നവൻ കാഞ്ചി പെരിയവ. പരമർ അല്ല, പരമാൻ എന്നത് ദ ഗ്രേറ്റസ്റ്റ് ഗുരു. പരമാചാര്യർ, ശ്രീ ശങ്കരാചാര്യരെല്ലാം പരമ ആചാര്യരാക്കും. ഗുരു സ്ഥാനത്തിൽ ഏറ്റവും പെരിയവർ. അപ്പൊ ഇങ്ങ ഭക്താൾക്ക് മേൽപ്പത്തൂർ എന്ന പേര് പോട്ടെ, പരമ ഉദാഹരണത. ഈസ് ദ പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ ദ ഭക്ത. ഗ്രേറ്റസ്റ്റ് പൊസിഷൻ ഗേവ്. ഭക്താളിലെ ഏറ്റവും ഉന്നതமான, ഏറ്റവും എക്സാമ്പിൾ എഴുതി ചൊല്ലുവല്ല നമ്മൾ, അതാക്കും പരമ ഉദാഹരണത. ആരാക്കും ഏറ്റവും പെരിയ ഭക്തൻ എന്ന് കേട്ട? പ്രഹ്ലാദൻ. அப்படி பிறந்துட்டான். such a wonderful line பாருங்க. நீ என்ன குலத்துல இருந்தா என்ன இதுல ஜெனிச்சா என்ன, ஆனா நீ உள்ளுக்கு எடுக்கிறது என்னதாயிருக்கணும்? பக்தி, சாத்விக், everything. It will related to the things what all you are taking inside should be sattvic. Then the result also, input, how the input is, how the output will be. Yeah. ഇങ്ങ കമ്പ്യൂട്ടറിലെ ഇത്ര ഫീഡ് ചെയ്ത് തന്നെ അതുക്കുള്ള ഔട്ട്പുട്ട് വരും. ഇല്ല, ഹൈഡ്രനും ഓക്സിജനും കൂടെ ചേർന്നാൽ തന്നെ വാട്ടർ വരും. വേറെ ഒന്നും അതിലിരിക്കാതെ. വാട്ട് യു ആർ ഗിവിംഗ് ഇൻസൈഡ് യു വിൽ ഗെറ്റ്. ഇങ്ങ നാരദർ കറക്റ്റാ കൊടുത്താർ വിഷ്ണു ഭക്തി. പിറന്നതും അതേ ഇരട്ടിയാ പിറന്നത്. ഉത്തമ ഭക്തനായിട്ടുള്ള അന്ത പ്രഹ്ലാദൻ പിറന്താൻ.
തതോസ്യ പ്രഹ്ലാദ സമജനി സുതോ ഗർഭവസതൗ മുനേർവീണാപാണേ അധിഗത ഭവദ്ഭക്തി മഹിമാ സ വൈ ജാത്യാ ദൈത്യ ശിശുരപി സമേത്യ ത്വൈരതീം ഗതസ്ത്വദ്ഭക്താനാം പരദാ പരമോദാഹരണതാ സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിഃ ആശിഷിക്ഷച്ചിരം അമും ഗുരുപ്രോക്തം ച അസൗ ഇദം ഇദം അഭദ്രായ ദൃഢം ഇതി അപാകുർവൻ സർവം തവ ചരണ ഭക്തിയേവാവവൃതേ സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിഃ ആശിഷിക്ഷച്ചിരം അമും ഗുരുഭിരശിഷിക്ഷച്ചിരമമും. എപ്പടി പഠിക്കണം? ഗുരുഭിഹി ആശിശിക്ഷത ആശിശിക്ഷത ചിരം അമും ചേർത്തുക്കളുങ്കോ ഗുരുഭിരശിഷിക്ഷച്ചിരമമും ഗുരുപ്രോക്തം ച അസൗ ചാസൗ ഇതമിതം അഭദ്രായ ഇല്ലട്ടാ ചാസാവിതമിതം അഭദ്രായ എന്ന് ചേർത്തെടുക്കണം. ബോത്ത് കറക്റ്റ്. എയ്തർ ചാസൗ ഇതമിതം അഭദ്രായ ഓർ ചാസാവിതമിതം അഭദ്രായ ദൃഢമിതി അപാകുർവൻ സർവം തവ ചരണ ഭക്തിയാ ഏവ തവ ചരണ ഭക്തിയൈവ വവൃതേ സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിരശിഷിക്ഷച്ചിരമമും ഗുരുപ്രോക്തം ചാസൗ ഇദമിദം അഭദ്രായ ദൃഢമിതി അപാകുർവൻ സർവം തവ ചരണ ഭക്തിയൈവ വവൃതേ സുരാരീണാം ഹാസ്യം. എന്താ? തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്വാ ദുഷ്ടാത്മ. യു ഷുഡ് ടേക്ക് ദാറ്റ് ഫസ്റ്റ്. ദുഷ്ടാത്മ ആര്? ദുഷ്ടഹൃദയൻ. ആര്? ദുഷ്ടமான ആത്മാവുള്ളവൻ ഹിരണ്യകശിപു. ആര് ഭഗവാനെ വേണ്ടാന്ന് ചൊല്ലവാളാവാ എല്ലാം എന്നത് ദുഷ്ടാത്മ. എല്ലാരെ ഹിംസിக்கிறதுக்கு ഈക്വൽ ആക്കും അത് എന്നർത്ഥം. വൺ ഹു ഡിസ്റെസ്പെക്ട് ഭഗവാൻ ഈസ് ദുഷ്ട ആത്മാനാ. നമ്മ ഉള്ളുക്കുള്ള ഇരിക്കുന്ന ഭഗവാനെ തിരിച്ചറിയാത്തവ ആരോ അവ എല്ലാം ദുഷ്ടാത്മ. அப்ப இங்க மேல்பத்தூர் சொல்றார் துஷ்டாத்மா அந்த ஹிரண்ய கசிப்பு இருக்காரு அவன் சுராரீணா அசுராளுக்கு ஹாஸ்யம் பரிகாசமா அங்க எல்லார்ட்டையும் சொல்லிட்டு அந்த விஷ்ணு இருக்க அப்ப உங்ககிட்ட ஒரு பரிகாசம் எப்போதும். ஆனா இந்த குட்டி எப்படி உங்ககிட்ட தவ சரணதாசியம். எடா குழந்தை பிறந்ததோ பயங்கர ஹம்பிள். எத்தனைக்கு அப்பா இப்படி இருக்காரோ குழந்தை ഹമ്പിൾ. പാരുങ്കോ അതാക്കും ഏറ്റവും പെരിച്ച്. ഭഗവാനോட ദാസൻ ഒറ്റ വിചാരം താനുള്ളത്. ഞാൻ ആര്? നാം വിഷ്ണുദാസൻ, ഭഗവത് ദാസൻ. அப்பா எப்படி இருக்கார்? ആരാര് ബി വിഷ്ണുന്ന് ചൊല്ലണ്ട, നാരായണ എന്ന് ചൊന്നാലേ അവനെ பார்த்தா പരിഹാസം. ஆனா குழந்தை பிறந்திருக்கிறதோ നാരായണ 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 ഫുൾ ടൈം നാരായണ. ഭഗവത്തില് சொல்றேன், he was not interested to play along all round, always നാരായണ നാമം. കണ്ണടച്ച് ഉറക്കെ ഉലകത്തിൽ എല്ലാത്തിലെയും ഭഗവാനെ കണ്ടാർ. കൂടി இருக்கிறவாளை എല്ലാം അവർക്ക് ഒന്നുதான் കണ്ണ് നാരായണ. അപ്പൊ ഇങ്ങ ചൊല്ലുവാക്കും പരിഹാസ്യം
ആരാവത് നാരായണ ഋഷികളെല്ലാം பார்த்தா പരിഹാസമാക്കും അവനക്ക് ഹിരണ്യകശിപുക്ക്. ഒരു തപസ് ചെയ്യ സമ്മതിക്കാൻ മാട്ടാർ. എൻടയർ വേൾഡ് ഹി പുട്ട് എ റൂൾ. എല്ലാരും നാരായണ ഓം നമോ ഭഗവതേ വാസുദേവായ ചൊല്ലக்கூடாது. ഓം ഹിരണ്യകശിപുവായ നമാന്ന് ജപിച്ചുക്കണം. നമുക്ക് കാണലാമേ സം റൂളേഴ്സ് ആർ தேர் நோ. ഹിന്ദിയിൽ നമ്മൾ പഠിച്ചിരിക്കും இல்லையா? ഇപ്പോഴും ഇരിക്കാം. அவ பாத சேவை செய்யணும், காலை அலம்பணும், இல்ல காலே போடுதான் அப்படின்னா கேட்டிருக்கேன் இல்லையா? அப்போ இங்க சொல்லவாக்கும் அந்த சுராரீணாம் ஹாஸ்யம் தவ சரண தாஸ்யம் நிஜசுதே. தன்னோட குழந்தை நிஜசுதே நம்ம பையன்கிட்ட அவர் என்ன கண்டார்? தாஸ்ய மனோபாவம் சதிருஷ்டுவா கண்டார். துஷ்டாத்மா குருபிர் அசிசிரமமும். എന്നിട്ട് அப்ப நினைச்சார், எங்கிட்ட இருந்தா இவ சரியாக மாட்டார், நான் சொன்னா சரியாகாது, எங்க கொண்டு போலாம்? அசிசிக்ஷது, இவனோட குருக்களை கொண்டு படிப்பிக்கலாம், குருகுலத்தில கொண்டு போய் விடல. அந்த குருகுலத்தில கொண்டு போய் விட்டா இவனை மெருக்கி எடுத்துப்பா இல்லையா? நான் கேட்டிருக்கேன், my son is not obeying me, we will put him in hostel. എടാ, സ്വന്തം அப்பா அம்மா சொன்னா கேட்காத ஹாஸ்டல்ல போனா சரியாகுமா? சரியாகாது. இங்கே பார்க்கலாம், நமக்கு அதே காணல. Here Hiranyakashipu he thought my son is not obeying me, he looks exactly different from our kula, he is just opposite. I can see a humble character in him. He is always chanting, I think, Narayana Nama. So he thought, this is not correct way. I don't have that patience also. Patience arikirikum, nalla swabhava irukku. So he thought, okay, once I put him in Gurukula, he will be all right. So Ashishichat means padikka kondu vittar, to learn எப்படி இருக்கணும் அசுர, என் குலதர்மம் என்னது. அப்ப குருக்களை கொண்டு, குருபிஹி, குருக்களை you know who is the guru? சுக்ராச்சாரியர். அவருக்கு தெரிஞ்சுதான் இந்த ஹிரண்யகசிபு கொண்டு விட போறது ஆரே பிரகலாதனையாக்கு. ஒரு காலம் ஒன்னும் சரியா போறாரு. அவரு போயிட்டாரா, அவரு சொன்னாரா, என்னால படிப்பிக்க முடியாது, இந்த குழந்தைய நன்னாக்க முடியாது. அவர் ஏத்துக்கவே இல்லையா. கொண்டுறாருன்னு அவருக்கு திவ்ய திருஷ்டியில தெரிஞ்ச போதே அவரோட 2 புத்திரன்மாரை ஏற்றுறாரு. we want money. இந்த காலத்துல அப்பா you keep quiet, we will see, we want money, he is the king, we have money. So 2 புத்திராலும் ஏற்றெடுத்து சுக்ராச்சாரியர் ஓடியே போயிட்டார். அப்போ சுக்ராச்சாரியரோட 2 புத்திரன்மாரை உட்கார்ந்து அசிஷிக்ஷது പഠിപ്പിக்க പ്രഹ്ലാദനെ എത്തുണ്ട ഗുരുകുലത്തിലെ. എന്നിട്ടോ ദൃഢം ഇതി, ഇതം ഗുരു പ്രോക്തം ച അസൗ ഇതമിതം അഭദ്രായ ദൃഢമിതി. அந்த அவனோ, இந்த குருக்கന്മാരൊന്നും ചൊല്ലறது ശരിയില്ലേ, ഗുരുപ്ര ഉക്തം, இந்த സർവ്വതും இந்த ഗുരുക്കൾ പഠിപ്പിക്കുന്നത് മുഴുവൻ ശരിയല്ല, ഇത് അഭദ്രത്വത്തെ കൊടുക്കുന്നതാക്കും. ദൃഢമാ, അഭദ്രം മീൻസ് വാട്ട്? മംഗളമല്ലാത്തത്, നമുക്ക് കെടുതലെ ചെയ്യരുത്. ഭദ്രകാളി, ആര് ഭദ്രകാളി? എല്ലാം ഭദ്രം പണ്ണറവൾ. അല്ലാതെ നമ്മൾ ആരെ பார்த்தாലും അവ കോപപ്പെട്ട അയ്യോ അവളൊരു ഭദ്രകാളിയാക്കുമ്പോ റോങ്, ടോട്ടലി റോങ്. കാളി ദേവീസ് form, one who gives everything bhadram, நல்லது சுபம் மங்களத்தை கொடுக்கிறவள், பத்ரம் பண்ணறவள். இங்கே பிரகலாதன் சொன்னார், what all the teachers are teaching is abhadram, it is not good for us, இது அபத்ரம், திருடமாக்கும் தீர்ச்சை എന്ന് തള്ളി சொன்னாரா. അപാ കുർവൻ, എന്നിട്ട് എന്നെ ചെയ്താൽ തവ ചരണ ഭക്തിയായേവ വവൃതേ, ഉന്നോട് ഭക്തിയായിട്ട് ഡേ ബൈ ഡേ ഇൻസൈഡിൽ അവനക്ക് ഭക്തി വളർന്നു വന്നിട്ടേയിരുന്നു. ഇங்கே
ശുക്രാചാര്യർ ഏൽപ്പിച്ചിട്ട് പോന്ന 2 സന്തതികൾ ഗുരുക്കന്മാരായിട്ട് പ്രഹ്ലാദനെ പഠിപ്പിക്കാൻ ആരംഭിച്ച. ഓം ഹിരണ്യകശിപുവായ നമ. വായ തുറക്ക മാട്ടാൻ. നാരായണായ നമ. കേട്ടാർ കേക്കറതെല്ലാം വിഷ്ണുക്കെതിരെ. ഇതെല്ലാം അഭദ്രം. Whenever he has time, he call all the students. What Guru is teaching is not good. Even though your Guru, I am saying Vishnu is the Parama Guru. He is the protector. He is the one who is protecting us. He is within us. He is in everywhere. What all Guru now at present he is saying is not good. അന്ധകാലത്തിലെയും ഗുരുവെ തള്ളിച്ചൊല്ലിത്തെന്ന് വിചാരിക്കപ്പെടാതെ. ഏനാ പ്രഹ്ലാദനിക്ക് ഒരു ഗുരുതാനുള്ളത് ആര്? നാരദര്. യു ഡോണ്ട് തിങ്ക് ദാറ്റ് ഇങ്ങ പ്രഹ്ലാദൻ ഗുരുവെ നിന്ദിച്ചായിരുന്നു. ഗുരു ആർക്ക്? ഹിരണ്യകശിപുക്ക് താൻ. പ്രഹ്ലാദ ഗോട്ട് ഹിസ് പ്രോപ്പർ ഗുരു നാരദർ. உங்களுக்கு ആർക്കും அந்த டவுட் வரக்கூடா. അവർക്ക് ഏற்கனவே ഗുരു ആര്? നാരദരെ കിടച്ചാച്ച്. ആരാക്കും ഗുരു? അജ്ഞാന തിമിരാന്ധസ്യ. ഇല്ല, അജ്ഞാനത്തെ പോക്കി നമ്മുടെ അജ്ഞാനമാകറ കണ്ണില് അടഞ്ചിരിക്ക് തിമിരം. തിമിരം മീൻസ് കാട്രാക്ട്. വൺ ഹു റിമൂവ്സ്. എന്നത്താലെ അഞ്ജനം. അഞ്ജനം എന്നത് മഷി. നമ്മൾ കണ്ണിലെ മരുന്ന് പോടും മഷി. പഴയ കാലത്തില് അഞ്ജനം എന്തുക്ക് പോടുവാ? അവളെ പ്രിപ്പയർ പണി. ഇപ്പോഴത്തെ എന്താ കെമിക്കലൊന്നും അല്ല. നമ്മ കണ്ണ് ബ്രൈറ്റ്നെസ് ആണ്. ഇങ്ക അതേപോലെ ഗുരു എന്നതാക്കും നമ്മുടെ അജ്ഞാനമാകറ ഇരുട്ടിലെന്ത് നമ്മളെ കൈപിടിച്ച് വിളക്ക് കൊടുത്ത് കണ്ണെഴുതി കണ്ണിലെ അറിവ് ഉൾക്കണ്ണ് അതില് നമ്മൾക്ക് ഭഗവാൻ അറിവെ കൊടുക്കറവർ. அப்படி இருக்கிறவராக்கும் குரு. அது ஆரு கிடைச்சாச்சு? ஆருக்கு? பிரகலாதனுக்கு. இங்க ஹிரண்யகசிபு நீ போய் படிடா சொல்லி அனுப்பினா படிக்குமா? ஏறாது. ஒண்ணுமே அது is not accepting him as guru because he already got a proper guru. നമുക്ക് அந்த ഡൗട്ട് വേണ്ട. ഗുരു നിന്ന ചെയ്ത് നോ വേ. അപ്പൊ ഇങ്ങ ചൊല്ലവാക്കും. அந்த ഇവർ ചൊല്ലറതെല്ലാം അഭദ്രമാക്കും. തന്നോட ഫ്രണ്ട്സ് ഇട്ടെല്ലാം ചൊല്ലറാർ. ഇവർ ചൊല്ലറതെല്ലാം അഭദ്രത്തെ കൊടുക്കറതാക്കും. വിഷ്ണു ഇസ് ദ പരമ ഗുരു. ഹി ഈസ് ദ പ്രൊട്ടക്ടർ. ഹി ഈസ് ദ ക്രിയേറ്റർ. நீங்க படிக்கிறதெல்லாம் உங்களுக்கு அபதிரத்தை கொடுக்கும் എന്ന് തള്ളി ചൊല്ലിട്ട് പാദത്തിലെ ഭക്തിയോടെ അവരിരുന്നാർ. Now you see the sloka. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുവിരശിശിക്ഷച്ചിരമമും ഗുരു പ്രോക്തം ചാസൗ ഇദമിദം അഭദ്രായ ദൃഢമിതി അപാകുർവൻ സർവം തവ ചരണ ഭക്തിയൈവ വവൃതേ. വവൃതേ മീൻസ് ഡെയിലി ഭക്തി കൂടിക്കൂടി വന്നത്. ഇവിടെ പറയുകയാണ് ആ ഹിരണ്യകശിപു നോക്കിയപ്പോൾ തന്റെ സ്വന്തം പുത്രൻ കുലത്തിനെതിരായി വളരുന്നു. അവനിൽ ദാസ്യഭാവമാണ് വിഷ്ണുവിനോട്. അപ്പൊ ഇത് കണ്ടിട്ട് ഹിരണ്യകശിപുവിന് വെപ്രാളമായി താൻ നന്നാക്കാൻ ഗുരുവായ ശുക്രാചാര്യർക്ക് കൊണ്ടുവിടാൻ നോക്കിയപ്പോ ശുക്രാചാര്യർ എന്നെ സ്ഥലം വിട്ടു. ഇത് വരുന്നുണ്ടെന്ന് അറിഞ്ഞതേ അദ്ദേഹത്തിന് അറിയാം ഇത് വിഷ്ണു ഭക്തനാണ്, തന്റെ തല പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്റെ പുത്രന്മാരപ്പ പറഞ്ഞു ഇല്ലില്ല, ഞങ്ങൾക്ക് കുറച്ച് പൈസക്കൊക്കെ ആവശ്യമുണ്ട്. വി വിൽ ടീച്ച് ഹിം. ഇത്ര നാണയം ചോദിക്കാം. അവർക്കൊന്നും അതൊന്നും ചിന്തയില്ല. അടുത്ത ഇതല്ലേ ജനറേഷൻ. അപ്പൊ അവരെന്ത് ചെയ്തു? ഗുരുവായിട്ട് സ്വീകരിച്ച് ഈ പ്രഹ്ലാദനെ അവിടെ കൊണ്ടുവിട്ടു. ഒരു ദിവസം ക്ലാസ് കിട്ടുമോ? ഹിരണ്യകശിപുവായ നമ, വിഷ്ണു നീചനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇല്ല, ഈ കേൾക്കുന്നതൊക്കെ മഹാപാപമാണ്. ഇത് നിങ്ങൾക്ക് ആർക്കും നന്മയ്ക്കുള്ളതല്ല തീർച്ച. അതുകൊണ്ട് അവര് പറഞ്ഞ വാക്കിനെ ഒന്നും കേട്ടില്ല. കണ്ണടച്ച് ഏത് സമയവും നാരായണ നാരായണ നാരായണ. കണ്ണ് തുറക്കുമ്പോ ഗുരു ഇല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയും. എന്ത് പറയും? നാരായണ നാമമാണ്, നാരായണനാണ്, സാക്ഷാൽ അഖില ഗുരോ ഭഗവൻ നമസ്തേ, ശ്രീ ഗുരുവായൂരപ്പ ചരണം. ആ സാക്ഷാത് ഗുരു ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് അവരോട് എപ്പോഴും പറയും. ആ ഗുരുവായൂരപ്പനെ വിട്ടിട്ട് എന്തെങ്കിലും ചെയ്താൽ അത് നിങ്ങൾക്ക് അഭദ്രമാണ് കൊടുക്കുന്നത്, ഭദ്രം കൊടുക്കില്ല എന്ന് എപ്പോഴും പറഞ്ഞ് ആ ഭക്തി ഇങ്ങനെ കൂട്ടിക്കൊണ്ടേ ഇരുന്നു.
അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾക്ക് ഇങ്ങ നിർത്തലാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഇറ്റ് 6 o'clock. I hope so. നമ്മൾക്ക് ഇത്